ബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പസലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം. സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥനായ നിൻ സകല ശക്ത നിൻപദം നമിച്ചിടുന്നു ഞാൻ വിഭോ. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ ഡോക്ടർ നെടുമുടി ഹരികുമാർ സാർ, പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ, പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ചിക്കു ശിവൻ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഡോക്ടർ എസ് അജയകുമാർ, രാഹുൽ, ശ്രീ ഓമനക്കുട്ടൻ, സന്തോഷ്, കെ ബി അജയകുമാർ തുടങ്ങി, അതുപോലെ തന്നെ സതീഷ് ആലപ്പുഴ, വിജയകുമാർ സാർ, ഡി ഷിബു, സുന്ദരൻ തുടങ്ങി വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഉത്തരപ്പന്തി ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിമാസ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അത്തരം പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ ഷാജി ജനാർദ്ദനൻ രചിച്ച കവിതകളുടെ പ്രകാശനം ഉദയ ലൈബ്രറിയുടെ സംഘാടനത്തിൽ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. സാധാരണഗതി ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ആസ്ഥാന മന്ദിരത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് നിങ്ങൾ ഇത്തരം പരിപാടികൾ സാധാരണഗതിയിൽ നടത്തുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ ഇവിടെ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുവാനിടയായത് നമ്മുടെ ഈ കവിതാ സമാഹാരം രചിച്ച ശ്രീ ഷാജി ജനാർദ്ദനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വൃന്ദത്തിൽപ്പെട്ട വളരെയധികം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പരിപാടിക്കായിട്ട് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഇത്രയും ആളുകളെ ഇതുപോലുള്ള ഒരു പരിപാടിക്ക് സൗകര്യപ്രദമായ നിലയിൽ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന നിലയിലുള്ള ക്രമീകരണം നമ്മുടെ വായനശാലയ്ക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഈ പരിപാടി ഇവിടെ വെച്ച് നടത്തുന്നതിന് ലൈബ്രറി തീരുമാനിച്ചു. നിലനിൽക്കുന്ന ദീർഘകാല സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള രചനകളെ സംബന്ധിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് കഴിയുന്നത്ര വേഗം പ്രകാശനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം നടത്തുന്നതിനുള്ള ആലോചന വന്നപ്പോൾ
തീർച്ചയായിട്ടും ഞങ്ങളുമായി വളരെയേറെ സൗഹൃദം നിലനിൽക്കുന്ന വർഷങ്ങളുടെ സൗഹൃദമുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രകാശനം ഈ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലൈബ്രറി ഇത്തരം ഒരു പരിപാടി ഏറ്റെടുക്കുവാനായിട്ട് ഇവിടെയായത്. ഒരു കവിയായിട്ട് അദ്ദേഹം മാറാൻ കഴിയുമായിരുന്നു. പക്ഷേ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിക്കേണ്ട വന്ന മൂലം തൻ്റെ ജന്മസിദ്ധമായി തന്നിൽ അലിഞ്ഞിരുന്നിട്ടുള്ള സർഗപ്രതിഭ തെളിയിക്കുന്നതിന് അദ്ദേഹം കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോരാട്ടം. എന്തായാലും ശരി, ഇനിയുള്ള തുടർന്നുള്ള കാലങ്ങളിൽ ഈ സമയം അതിക്രമിച്ചിട്ടില്ല. ഈ മേഖലയിൽ, സാഹിത്യ സാംസ്കാരിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് ശ്രദ്ധേയമായ നിലയിൽ കാവ്യം രചിക്കുവാനും ഇടപെടൽ നടത്തുവാനും അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുസ്തകം പുറത്തിറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അവതാരിക കേരളത്തിലെ നാം എല്ലാം ബഹുമാനിക്കുന്ന ഏറെ ആദരണീയനായിട്ടുള്ള സാനമാഷാണ് അത് എഴുതിയിട്ടുള്ളത്. ആ അവതാരിക വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ ജോലി തിരക്കുകൾക്കിടയിൽ പോലും കേരളത്തിലെ ഏറ്റവും മുതിർന്ന സാംസ്കാരിക പ്രവർത്തനമായിട്ടുള്ള, സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള ആ സാൻമാഷുമായിട്ടുണ്ടായിരുന്ന ബന്ധം എത്ര കണ്ട് ആഴത്തിലുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവുകളെ സംബന്ധിച്ച് സാൻമാഷ് ആ അവതാരികയിൽ പറയും. അതിനേക്കാൾ ഒന്നും കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. അപ്പൊ അത്തരത്തിൽ പ്രതിഭാതനായിട്ടുള്ള ഒരു കവി തന്നെയാണ് ശ്രീ ഷാജി. നമ്മൾ അറിയപ്പെടാൻ അല്പം വൈകിപ്പോയി. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതിഭ വരും കാലങ്ങളിൽ കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലാകെ തന്നെ പ്രയോജനപ്രദമായ നിലയിൽ ഇടപെടൽ നടത്തുവാൻ കഴിയുന്ന ഉള്ള തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതിന് അധ്യക്ഷം വഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് പ്രൊഫസർ നെടുമുടി ഹരികുമാർ സാറിനെയാണ്. ഹരികുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതുപോലുള്ള പുസ്തക പ്രകാശന പരിപാടി അടക്കം മറ്റ് സാമൂഹ്യമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള നിരവധി പരിപാടികളിൽ ഞങ്ങളുടെ സജീവ സാന്നിധ്യമായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് അദ്ദേഹത്തെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ നിലവിൽ സെക്രട്ടറി ആയിരുന്നു. ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കും. ഈ പരിപാടിയിൽ അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച ഈ ഷാജി ഭസ്മാനം എന്ന കവിതാ സമാഹാരം രചിച്ച ശ്രീ ഷാജി ജനാർദ്ദനുമായിട്ട് വളരെ അടുത്ത് ആത്മബന്ധം പുലർത്തുന്ന, അദ്ദേഹത്തിന്റെ സിദ്ധികൾ തിരിച്ചറിഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹത്തിന് ഇത്തരം സാഹിത്യ സാംസ്കാരിക ഇടപെടലുകൾ നടത്തുവാൻ ആവശ്യമായിട്ടുള്ള പ്രചോദനം നൽകുന്ന നിലയിലുള്ള ആത്മബന്ധമുള്ള അടുത്ത സുഹൃത്തു കൂടിയാണ് ഹരികുമാർ സാറ്. ആ ഒരു പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഈ പരിപാടി, ഇത്തരം ഒരു സാംസ്കാരിക പരിപാടി ഷാജി ജനാർദ്ദന്റെ ഭസ്മാന്തം പ്രകാശ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ചുമതല നിർവഹിക്കുന്നതിന് സന്തോഷപൂർവ്വം ഇവിടെ എത്തിച്ചേരുകയും ആ ചുമതല നിർവഹിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ഡോക്ടർ ഹരികുമാർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നത്തെ മലയാള കവികളിൽ ഏറ്റവും ശ്രദ്ധേയമായ കവി, അദ്ദേഹത്തിന്റെ കവിതകൾ പരിചയപ്പെടാത്ത, കവിതകൾ വായിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല. ഈ സാംസ്കാരിക മേഖലയിൽ താല്പര്യമുള്ള ഒരു മലയാളിയും ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അമ്മ മലയാളം ഉൾപ്പെടെയുള്ള കവിതകൾ നമുക്കേവർക്കും തന്നെ സുപരിചിതമാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രമുഖ കവികളിൽ ഒരാളായിട്ടുള്ള കുരിപ്പുഴ സാർ തന്നെ അതിനുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത്. അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കുകയും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു
യഥാസമയം തന്നെ ഇവിടെ എത്തിച്ചേർന്ന പരിപാടി ചടങ്ങ് പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ആവശ്യമായിട്ട് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത അദ്ദേഹത്തെ ഉദയാരണ്യ കുമാർ ലൈബ്രറിക്ക് വേണ്ടി ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഈ പ്രകാശന കർമ്മം നിർവഹിക്കുമ്പോൾ ഈ ചടങ്ങ് പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത ചിത്രകലാ അധ്യാപകനായിട്ടുള്ള ശ്രീ ചിക്കു ശിവനാഥ് സാറാണ്. ശ്രീ അജികുമാർ സാറിനെ പുരപ്പത്ത് ഉദയ ലൈബ്രറിക്ക് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റുവാങ്ങുന്ന ശ്രീ ചിക്കു ശിവൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ചടങ്ങിനോട് അടുപ്പവും ആഭിമുഖ്യവും പുലർത്തി ഷാജിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, മിത്രജനങ്ങൾ, സാഹിത്യാസ്വാദകർ, വിവിധ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അടുപ്പമുള്ള പ്രിയമുള്ള സഹൃദയരായ സുഹൃത്തുക്കൾ, എല്ലാവരെയും അങ്ങനെ സംബോധന പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ സമയം നീട്ടാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് സംബോധന ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങ് തന്നെയാണ് എന്ന് പറയുന്നതിന് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷം. കാരണം ഇതിന്റെ അധ്യക്ഷത ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകത്തിന്റെ രചയിതാവായിട്ടുള്ള ശ്രീ ഷാജി ജനാർദ്ദൻ ഡിഗ്രിക്ക് ആലപ്പുഴ ST കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്, സഹപാഠികളാണ്. അന്ന് മുതലുള്ള ദൃഢമായ ബന്ധം, സൗഹൃദത്തിന്റെ ആഴം, പരസ്പരം അറിഞ്ഞുള്ള ഒരു ബന്ധം ഇന്നും അഭംഗുരം നിലനിൽക്കുകയാണ്. ഷാജി ജനാർദ്ദൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഒരു കവി എന്നുള്ള നിലയിൽ എത്ര പേർ തിരിച്ചറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഈ പുസ്തകത്തിന് എഴുതിയ പഠനം. കാരണം പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ, ഞങ്ങൾ ആലപ്പുഴ ST കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലയളവിൽ ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷാജി എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് അവകാശപ്പെടാനാവില്ല. കാരണം നല്ല വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറും. എനിക്ക് പലപ്പോഴും അത് സാധ്യമാവുമായിരുന്നില്ല. കാരണം ഞാൻ കോളേജിൽ വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്നു, കോളേജ് യൂണിയൻ മാഗസിൻ്റെ എഡിറ്റർ, ചെയർമാൻ തുടങ്ങിയ പദവികളിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിനെല്ലാം കൂടെ ചേർത്ത് ദൈവം എനിക്കൊരു കടുത്ത ശിക്ഷ തന്നെ തന്നു. നീ ആലപ്പുഴ ST കോളേജിൽ അധ്യാപകനായി തീരട്ടെ എന്ന് ശ്രമിച്ചു. അത് ശാപമല്ലത് അനുഗ്രഹമാണ്. അങ്ങനെ ഒരു അനുഗ്രഹം നേടിയെടുക്കാൻ എനിക്ക് പിന്നീട് കഴിഞ്ഞു. പക്ഷെ പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഷാജി തന്നെയായിരുന്നു എന്നുള്ളൊരു ആശംസ. അപ്പോ അങ്ങനെയുള്ള ഷാജി പിന്നീട് MA പഠിച്ചു. MA ഷാജി ചങ്ങനാശ്ശേരി ST കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജിൽ MA വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ എന്റെ അന്ന് 1ാം ക്ലാസ്സോട് കൂടിയാണ് ഷാജി MA ബിരുദം പാസ്സായത്. തീർച്ചയായിട്ടും ആ സമയത്ത് 1ാം ക്ലാസ്സോട് കൂടി MA ബിരുദം പാസ്സാകുന്ന ഒരാൾക്ക് കോളേജിൽ ഏതെങ്കിലും കോളേജിൽ ജോലി കിട്ടേണ്ടതാണ്.
ഷാജി ഒരൊറ്റ സ്ഥലമായിരുന്നു ശ്രമിച്ചത്, ഒറ്റ സ്ഥലത്തേക്ക് മാത്രമായിരുന്നു ഷാജി ശ്രമിച്ചത്. അത് SN കോളേജ് ആയിരുന്നു. SN കോളേജിലെല്ലാം കൂടെ ഒരു ഇന്റർവ്യൂ ആണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് കിട്ടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ജോലി ഷാജിക്ക് കിട്ടിയില്ല, അധ്യാപകനാകാൻ കഴിഞ്ഞില്ല. പക്ഷെ മറ്റ് ഏതെങ്കിലും കോളേജുകളിൽ ഷാജി ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം, എന്ന പലരുടെയും വിശ്വാസം. പക്ഷെ അദ്ദേഹം വേറൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. PSC പരീക്ഷ എഴുതി അതിലൂടെ ജോലി സമ്പാദിക്കുക എന്നുള്ള. അതിന് കുറച്ച് കൂട്ടുകാരെ എല്ലാം കൂട്ടി കമ്പനി സ്റ്റഡിയൊക്കെ നടത്തി അത് നേടുകയും ചെയ്തു. അങ്ങനെ PSC പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ് സഹകരണ വകുപ്പിലെ ജോലി. അതിൽ വിരമിക്കാനായിട്ട് ഷാജിക്ക് സാധിച്ചു. ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും അതിനുശേഷം MA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഷാജി കവിത എഴുതുമായിരുന്നു, നന്നായി കവിത എഴുതുമായിരുന്നു. ആ കവിതകളിൽ ചിലതൊക്കെയാണ് വായിക്കാൻ അത്ര ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ പോലും വായിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. PG ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരിക്കണം എന്ന് തോന്നുന്നു. അന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു സമാന്തര മാസിക ആയിട്ടുള്ള സംക്രമണം മാസികയിൽ ഷാജിയുടെ കവിത പ്രസിദ്ധീകരിച്ചു വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഷാജി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ പല ചെറിയ പ്രസിദ്ധീകരണങ്ങളിലും വലിയ പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ കുറെ കവിതകൾ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. ആ കവിതകളൊക്കെ നല്ല മികച്ച കവിതകൾ തന്നെയായിരുന്നു. അങ്ങനെ ഷാജിയിലെ കവി മരിച്ചുപോയിരിക്കും എന്നാണ് ഞാൻ പോലും കരുതിയിരുന്നത്. പക്ഷേ ആരെയും അറിയിക്കാതെ പുറത്തൊന്നും ബഹളങ്ങളിലേക്ക് ഒന്നും തന്നെ വരാതെ വളരെ നിശബ്ദമായി അദ്ദേഹം കവിത എഴുതുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഭസ്മാന്തം എന്ന് പറയുന്ന ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ വെളിപ്പെടുന്ന രഹസ്യം എന്നുള്ളത് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊക്കെ 60 പിന്നിട്ട് അതായത് 63 വയസ്സൊക്കെ ആയിരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ പ്രായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഈ ഒരു പ്രായത്തിൽ ആദ്യത്തെ പുസ്തകം വൈകിയുള്ള വിവാഹം പോലെ ആദ്യത്തെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഷാജിക്ക് ഇങ്ങനെ ഇനി ഈ രംഗത്ത് എന്തുമാത്രം ഭാവി പ്രവചിക്കാനാവും എന്നുള്ളത് അതൊന്നും ഞാനിപ്പോൾ ഒരുപ്പെടുത്തില്ല. പക്ഷേ ഒരു പുസ്തകം ഷാജി പുറത്തിറക്കുന്നത് ഞാനും കൂടി അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. അത്രമേൽ പ്രാധാന്യം അതിനുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകം ഇനി എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും ഷാജിക്ക് ഇറക്കാമായിരിക്കും. പക്ഷേ ഷാജിയുടെ ഈ ഒരു ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നു, ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അധ്യക്ഷത വഹിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സഹപാഠിയായ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് എന്ന് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കണം. ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. കുരീപ്പുഴ ആലപ്പുഴ ST കോളേജിൽ വന്ന ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അധ്യാപകനായിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഷിജിയും DB അജിത്കുമാറും ഒക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ. അപ്പൊ അവിടെയൊക്കെ ഉണ്ടായ ആ കോളേജിന്റെ വരാന്തയിലായിരുന്നു അന്നൊരു കവിയരങ്ങ് സംഘടിപ്പിച്ചത്. ആ ഗ്രൗണ്ടിലേക്കായിരുന്നു കുട്ടികളെല്ലാം ഇരുന്നത്. അന്ന് കുരീപ്പുഴ ആദ്യം ചൊല്ലിയ കവിത ഏതായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അവിടെ സദസ്സിൽ നിന്ന് ജെസ്സി ചൊല്ലണം എന്ന് കുട്ടികൾ ആർത്തു വിളിച്ചു പറഞ്ഞത് ഇന്നും മറക്കാനാവാത്ത ഒരു അനുഭവം. അപ്പൊ എത്രമേൽ കവിതയെ അവർ കുട്ടികൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഉള്ളതിന്റെ ഏറ്റവും നല്ല ഒരു തെളിവായി ഞാൻ അതിനെ കാണുകയാണ്. ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ജെസ്സി നിനക്കെന്ത് തോന്നി എന്ന് തുടങ്ങുന്ന കവിത, ആ കവിത മറ്റാര് ചൊല്ലിയാലും ശരിയാകില്ല, കുരീപ്പുഴ തന്നെ ചൊല്ലണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലേക്ക് എടുക്കാനാവുകയും. ഷാജിയുടെ കവിതകൾ ഏറെയും താളബദ്ധമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു പഠനം ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ പഠനത്തിന് ഞാൻ കൊടുത്ത പേര് ഭൂകമ്പം വിളിച്ചു പറയുന്ന പക്ഷി എന്നാണ്. ആ പേര് തന്നെയും എനിക്ക് എന്റെ
ഈ പുസ്തകം പ്രിയപ്പെട്ട പുസ്തകമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. എനിക്ക് കുരീപ്പുഴയോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് മലയാളം അതേ തനി ഗദ്യം എഴുതിയാൽ പോലും അതിനകത്തൊരു താളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ കവിതയുടെ നൈസർഗികമായ താളം, ആ താളഘടന, ആ താളാനുഭവം, അത് നമുക്ക് പകർന്നു നൽകാനായിട്ട് അദ്ദേഹത്തിന്റെ കവിതകൾ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏറ്റവും ശക്തമായ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും ഭദ്രവൃത്തങ്ങളിൽ ഏറ്റവും താളനിബദ്ധമായി എഴുതാൻ കഴിയുന്ന ഒരു കവിയാണ് കുരീപ്പുഴ എന്നതുകൊണ്ട് തന്നെ കുരീപ്പുഴയെ പോലെ യോഗ്യനായും അർഹനായും മറ്റൊരാൾ ഷാജി ജനാർദ്ദനന്റെ പുസ്തകം പ്രകാശിപ്പിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുരീപ്പുഴയെ തന്നെ തെരഞ്ഞെടുത്തത്. അപ്പോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ. ഏതായാലും ഇത്രയും പേർ ഇവിടെ വന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കുവാനുള്ള ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും തന്നെ ഷാജിയുടെ പുസ്തകം വാങ്ങിക്കണം. ഇവിടെയുള്ള പുസ്തകം ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങൾ ആ ഷാജിയോട് കാണിക്കാവുന്ന സ്നേഹം എന്ന് പറയുന്നതാണ്. ഇവിടെ വന്നത് മാത്രമല്ല, പുസ്തകം വാങ്ങിക്കുന്നത് കൂടി ആ സ്നേഹപ്രകടനത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ പുസ്തകം ബുക്സ് അല്ലേ, പേരയ്ക്ക ബുക്സ്, നല്ല പേരാണ്, പേരയ്ക്ക ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 150 രൂപ വിലയുള്ള പുസ്തകം 100 രൂപയ്ക്ക് കൊടുക്കുന്നതെന്നാണ് ഷാജി എന്നോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും ശരി തന്നെ നിങ്ങൾ അത് വാങ്ങും. കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഓൺലൈനിലൂടെ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കുറെ അറിയിപ്പുകൾ കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതായത് വാങ്ങാത്തവർ വായിക്കണം എന്നുള്ളതാണ്. നല്ല കവിതകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ കവിതകൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഷാജിയുടെ മറ്റൊരു സിദ്ധിയെ കുറിച്ച് കൂടി ഞാനിവിടെ സാന്ദർഭികമായിട്ട് ഒരുപാട് സിദ്ധികളുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റൊരു സിദ്ധിയെ കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ, നല്ല ഒരു യൂട്യൂബറാണ് ഷാജി. കവിതയും സംഗീതവും എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ഞാൻ അതിനകത്ത് കവിതകൾ ചൊല്ലാറുണ്ട്. ഷാജിയുടെ നിർബന്ധം കൊണ്ട് പാട്ടുപാടി പാടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപരാധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കേട്ടിട്ടുള്ള ആളുകൾ ക്ഷമിച്ചിട്ടുമുണ്ട്. അപ്പൊ ഏതായാലും ശരി തന്നെ ഇങ്ങനെ പിന്നെ ആ യൂട്യൂബ് ചാനൽ അതിമനോഹരമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് ഷാജിക്ക് കഴിയുന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിരവധിയായ എൻ്റെ കവിതകൾ ഉൾപ്പെടെ അതിൽ കൂടെ ലോകം അറിയാൻ ഇടവന്നിട്ടുണ്ട് എന്നുകൂടെ ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഷാജിയുടെ തുടർന്നുള്ള ജീവിതത്തിൽ തീർച്ചയായും കവിതയ്ക്ക് ഇനിയും ധാരാളമായി കവിതകൾ എഴുതണം എന്ന് ഞാൻ പറയുന്നില്ല. എഴുതുന്ന കവിതകളെ സംബന്ധിച്ചിടത്തോളം ആ കവിതകൾക്ക് തീർച്ചയായിട്ടും 2 തരത്തിലുള്ള, ഒന്ന് കേൾക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശ്രവ്യമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ, അതിന്റെ ശ്രവ്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ അത് പുസ്തക രൂപത്തിൽ ഇനിയും കവിതകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടണം, ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഷാജിന്റെ പ്രിയ ചങ്ങാതി ഷാജി ജനാർദ്ദനെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൂടി നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ പുസ്തക പ്രകാശനം നടത്തുന്ന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്ക് കൊടുത്ത് നിർവഹിക്കുന്നതിനും നമുക്ക് എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ കവി ശ്രീ കുര്യയുടെ ശ്രീകുമാർ ഹൃദയപൂർവ്വം
ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പഴയ കഥയുണ്ട്. ആ കഥ വളരെ വർഷങ്ങൾക്ക് മുൻപ് ആലുവപ്പുഴയുടെ തീരത്ത് ഒരു ശിവരാത്രി ദിവസം കുറേ ആളുകൾ ഉറങ്ങാതെ ഇങ്ങനെ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു രാത്രിയിൽ. അങ്ങനെ കിടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അന്നത്തെ പ്രധാനപ്പെട്ട പാതകമായ തടികൊണ്ടുള്ള മെതിയടിയൊക്കെ ഇട്ട് ആചാനുഭാവമായ ഒരാൾ ഒരു സംഘത്തിനോടൊപ്പം ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു ചെല്ലുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ആരുടെയെങ്കിലും ദേഹത്തെ ചവിട്ട് കൊള്ളുന്നെങ്കിൽ അത് ഗുരു ചവിട്ടിയതായിട്ട് ബന്ധിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് അവിടെ കിടന്ന ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു, ഇത്രയും തിരിച്ച് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് ഗുരുദക്ഷിണയായിട്ട് ബന്ധിക്കണം എന്ന് പറഞ്ഞാണ് ഈ കഥ. നിങ്ങൾ ടൂറിസം അടുത്ത ഈ കഥ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഈ വടയിൽ ചായകൾ മുടുകിയിരിക്കും. ഈ കഥ തരുന്ന ഒരു സന്ദേശം, ഒരു ഗുരു നിഷേധം കവിതയ്ക്ക് ആവശ്യമാണ് എന്നുള്ളത്. ഇതിലെ ചോദ്യം, ആദ്യത്തെ ഡയലോഗ് കണ്ണശക വീടൻ ഒരാളുടേതാണ് എന്നും മറുപടി പറഞ്ഞത് തുഞ്ചത്ത് രാമാനുജനെ എഴുത്തച്ഛനാണ് എന്നാണ് ഒരു കഥ. അപ്പൊ ഈ കഥ അനുസരിച്ച് നോക്കിയാൽ ഒരു ഗുരു നിഷേധം കവിതയ്ക്ക് ആവശ്യമാണ്. കവിതയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നേരത്തെ ഒരു ഗുരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സൗന്ദര്യ സമ്പ്രദായത്തെ നിരാകരിക്കാതെ യാതൊരു ലക്ഷ്യവുമില്ല. അത് കവിതയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിൽ. റിലീജിയന്റെ കാര്യം എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. മുൻപേ പോയ ഒരു ആരാധന രീതിയോ അനുഷ്ഠാന രീതിയോ നിരാകരിച്ചുകൊണ്ട് വേറൊരു അനുഷ്ഠാന രീതിയും ആചാര രീതികളും ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ പുതിയൊരു റിലീജിയൻ ഉണ്ടാവുകയുള്ളൂ. അവിടെ അതിൻ്റെ അർത്ഥം ഒരു മത നിരാകരണം, ഒരു ഗുരു നിരാകരണം അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഗുരു നിരാകരണം ഒരു ഗുരുവിനെ സന്തോഷിപ്പിക്കുമോ സങ്കടപ്പെടുത്തുമോ? ഈ ചോദ്യത്തിന് ഉത്തരം തരുന്നത് സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധമാണ്. നാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ഈ വലിയ ചിന്തയെ നിരസിക്കുന്നത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ വേണ്ട. അപ്പൊ ഏറ്റവും അടുത്ത ശിഷ്യൻ, ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഗുരുവിൻ്റെ ഈ ചിന്തയെ ഇങ്ങനെ നിരസിക്കാമോ? അങ്ങനെ നിരസിക്കുകയാണെങ്കിൽ ഈ ഗുരുവിന് ഈ ശിഷ്യനോട് എന്തെങ്കിലും ഈർഷ്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്രിയമോ തോന്നുമോ? ഒരു നല്ല ഗുരുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല. അതാണ് നാരായണ ഗുരുവിൻ്റെ ഒരു മഹത്വം. സഹോദരൻ അയ്യപ്പൻ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചിന്തയെ നിരാകരിച്ചുകൊണ്ട് പുതിയൊരു ചിന്ത ആവിഷ്കരിക്കുമ്പോൾ ഗുരു അതിനെ അംഗീകരിക്കുകയും അയ്യപ്പനെ അങ്ങനെ പറയാമല്ലോ എന്ന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് നാരായണ ഗുരുവിൻ്റെ വലിപ്പം. ഇത് കവിതയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അത് ഓരോ കവിതയും എടുത്തു നോക്കിയാൽ, ചരിത്രത്തിലെ ഓരോ കവിതയും എടുത്ത് നോക്കിയാൽ ഒരു കവി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൗന്ദര്യ പ്രപഞ്ചത്തെ തൊട്ടടുത്ത് വരുന്ന കവിയെ നിരസിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻപേ പോയിട്ടുള്ള കവിയായിട്ട് നമ്മൾ കരുതുന്ന ചെറുശ്ശേരി, അദ്ദേഹം ആവിഷ്കരിച്ച ഒരു സൗന്ദര്യ സമ്പ്രദായമുണ്ട്. ആ സൗന്ദര്യ സമ്പ്രദായത്തെ പാടെ നിരസിക്കുന്നതാണ് പിന്നീട് വരുന്ന എഴുത്തച്ഛനും കുഞ്ചുതമ്പിയും എല്ലാം നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആവിഷ്കാരത്തിൻ്റെ രീതിയിലായാലും സമീപനത്തിൻ്റെ രീതിയിലായാലും അലങ്കാരങ്ങളുടെയും വൃത്തങ്ങളുടെയും പോലും സ്വീകരിക്കുന്ന രീതിയിലായാലും എല്ലാം മുൻപേ പോയ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പത്തെ ഈ പിൽക്കാലത്ത് വന്ന പിന്നാലെ വന്ന കവികൾ നിരസിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഗുരു നിരാകരണം ആവശ്യമാണ്, ഒരു സമ്പ്രദായത്തിൻ്റെ നിരാകരണം ആവശ്യമാണ്. ഈ സമ്പ്രദായത്തിൻ്റെ നിരാകരണം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു രീതി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു ഗുരു ചിന്ത എന്നുള്ള നിലയ്ക്ക്, ഗുരുവിനോടുള്ള ഒരു ബഹുമാനം എന്നുള്ള നിലയ്ക്ക് തന്നെ
ഗുരുവിനെ നമുക്ക് നിഷേധിക്കാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു കവിക്ക് മുന്നോട്ട് പോകണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു സൗന്ദര്യ സങ്കല്പത്തിന്, ഒരു സൗന്ദര്യ പ്രപഞ്ചത്തിന്, ഒരു സൗന്ദര്യ ആവിഷ്കാര രീതിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ നിരാകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രത്തിലൂടെ കാണുന്ന ഈ നിരാകരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള കവിതയിൽ പുതിയ കാലത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും നിരാകരണം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒന്നിലധികം നിരാകരണങ്ങൾ ആധുനിക വർത്തമാനകാല മലയാള കവിതയിൽ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരാകരണം എന്ന് പറയുന്നത് ഒരു കാലത്ത് സ്ത്രീകളോട് എഴുതരുത് എന്ന് പറഞ്ഞ ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നിരാകരിക്കുകയാണ് പുതിയ തലമുറ. നമുക്ക് എഴുത്തച്ഛനേ ഉള്ളൂ, എഴുത്ത് അമ്മയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണ്? അക്കാലത്ത് എഴുത്തച്ഛൻ്റെ കാലത്ത് സ്ത്രീകളുടെ മനസ്സിൽ കവിത ഉണ്ടാകാത്തതുകൊണ്ടൊന്നും അല്ല, സ്ത്രീകളെ എഴുതുവാൻ അനുവദിക്കാത്ത ഒരു സമൂഹമായിരുന്നു അന്ന് കേരളത്തിൽ മലയാളത്തിൽ നിലവിലുണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. വടക്കൻപാട്ടുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലതരം സ്ത്രീത്വത്തിന്റെ ഒരു സാന്നിധ്യം അടയാളപ്പെട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഉണ്ണിയാർച്ചയുടെയും മറ്റു പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഉണ്ണിയാർച്ചയിൽ ഒരിക്കലും ഒരു പുരുഷൻ പറയുവാൻ സാധ്യതയില്ലാത്ത ചില വരികളുണ്ട്. അതിലൊന്ന് ഉണ്ണിയാർച്ച അവരുടെ ഭർത്താവിനോട് പറയുന്നതാണ്. ആ പറയുന്ന വാക്കെന്ന് പറയുന്നത്, പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നെന്തേ എന്ന ചോദ്യമാണ്. അതൊരിക്കലും ഒരു പുരുഷനിൽ നിന്നും ഉണ്ടാകാത്ത ഒരു ചോദ്യം, പെണ്ണിന് മാത്രം ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ആണായ നിങ്ങൾ വിറയ്ക്കുന്നു, ഞാൻ പെണ്ണായ ഞാൻ വിറയ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ സ്ഥൈര്യം, ഉറച്ച നിലപാട്, ഉറച്ച ചിന്ത, ഇതെല്ലാം ബോധ്യപ്പെടണം. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും അമ്മയുടെ മനസ്സിൽ നിന്നാണ് ഉണ്ടായത്. താരാട്ടുപാട്ട് പോലും ഏതെങ്കിലും അമ്മയുടെ മനസ്സിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷേ താരാട്ടുപാട്ട് ആരുടെ താരാട്ടുപാട്ടാണെന്ന് നമുക്ക് അറിയാവുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കൂടി അറിയാവുന്ന ഒരു താരാട്ടുപാട്ട് തിരുവനന്തപുരത്തിലെ കോമരത്തിനടുത്താവുന്ന താരാട്ടുപാട്ടാണ്. അതല്ലാതെ ശാരീരിക്കുന്ന സമയമേ അല്ല. അതല്ലാതെ ഒരു താരാട്ടുപാട്ടുണ്ടോ? മലയാളത്തിന് ധാരാളം താരാട്ടുപാട്ടുകളുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടനാട്ടിലെ ജനങ്ങളായ ഞങ്ങളോട് അത്തരം താരാട്ടുപാട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഞങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന താരാട്ടുപാട്ട് രണ്ടുപേരും ഞാൻ പറയാം. സൂര്യൻ മറഞ്ഞേ ഇരുളും പരന്നേ വാവൂ വാവൂ വാവീ. ഇത് ഒരു തലത്തോട്ടാണ്. അക്ഷരം പഠിക്കുവാൻ അവസരമില്ലാതെ പോയ, അല്ലെങ്കിൽ അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ താരാട്ടുപാട്ടാണ് ഇത്. പക്ഷേ നമുക്ക് അറിയാമല്ലോ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് സ്ത്രീ വിരുദ്ധമായ ഒരു വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ആകെക്കൂടി നമ്മൾ പിന്നോട്ട് പോയാൽ പേരറിയാവുന്ന എത്ര അമ്മമാരെ നമുക്ക് മലയാള കവിതയിൽ കണ്ടെത്താൻ സാധിക്കും. ഒരു കുട്ടി വീട്ടിൽ തങ്കച്ചി, അതുപോലെയുള്ള തോട്ടങ്ങൾ വിൽക്കാവുന്ന അതുപോലെയുള്ള ചില പേരുകൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ എത്രയോ കാലത്തിന് ശേഷമാണ് ജനനബിയും ബാലാമ്മയമ്മയും ഒക്കെ വരുന്നത്, കടത്തനാട്ട് മാധവിയമ്മയും എല്ലാം വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് സ്ത്രീ വിരുദ്ധമായ ഒരു സൗന്ദര്യബോധം നിലനിന്ന ഒരു സമൂഹമാണെങ്കിൽ പുതിയ കാലം ഇതിനെ സംഭവം വികസിക്കുകയാണ്. പുതിയ കാലത്ത് മലയാള കവിതയിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാവുകയാണ്. ഏറ്റവും വലിയ മുന്നേറ്റം. ഏത് പ്രധാനപ്പെട്ട വാരികൾ നിങ്ങൾ തുറന്നു നോക്കിയാലും അതിൽ ഒരു സ്ത്രീയുടെ കവിത ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ 10-14 വർഷമായിട്ട് ഇന്ന് വായിച്ച കവിത ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു പുരുഷന്റെ കവിതയാണെങ്കിൽ അടുത്ത ദിവസം സ്ത്രീയുടെ കവിതയാണ് ഉണ്ട്. ഇന്നേ വരെ സ്ത്രീയുടെ കവിതയ്ക്ക് യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ധാരാളമായിട്ട് മലയാളത്തിൽ സ്ത്രീകൾ കവിത എഴുതുന്നു എന്നുള്ളതാണ്. അത് ഒരു കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ നിരാകരിക്കുകയാണ്. ഈ നിരാകരണത്തിലൂടെയാണ് മലയാളത്തിലെ സ്ത്രീത്വം അതിൻ്റെ തൂലികയുമായിട്ട് അല്ലെങ്കിൽ കീബോർഡിൽ അവരുടെ വിരലുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ആരാണ് സ്ത്രീകളുടെ എഴുത്തിന് ശത്രുവായിട്ടുള്ളത്? ഏറ്റവും പ്രധാനം പുരുഷന്മാർ തന്നെയാണ്. പുരുഷന്മാരും അതുപോലെ തന്നെ പുരുഷബോധമുള്ള സ്ത്രീകളുമാണ് സ്ത്രീകൾ എഴുതരുത് എന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് എഴുതാൻ സാധിക്കില്ല. പിന്നെ എപ്പോഴാണ് ഈ സ്ത്രീകൾ ഇത്രയും കവിത എഴുതി ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പോസ്റ്റ് ചെയ്യുന്നത്? അത് അവർ ബസ്സിലിരുന്നോ അല്ലെങ്കിൽ സ്കൂളിലെ ലക്ഷട്ടൈമിലിരുന്നോ ഒക്കെ ഒറ്റ വിരലുകൊണ്ട് ഈ മൊബൈലിലെ കീപ്പാണിൽ അടിച്ചു ചേർത്താണ്. മനസ്സിൽ നിന്ന് നേരെ മൊബൈലിലേക്ക്, അത് നേരെ ഫേസ്ബുക്കിലേക്ക്, അതുവഴി ലോകത്തിലേക്ക്. അങ്ങനെയാണ് മലയാളത്തിലെ സ്ത്രീകൾ. മലയാളത്തിലെ സ്ത്രീകളെ ഈ വമ്പൻ മുന്നേറ്റത്തിന് സഹായിച്ചത്
സയൻസാണ് സരസ്വതി ദേവി എന്നത്. സരസ്വതി ദേവി പണ്ടുണ്ടായിരുന്നു. സരസ്വതി ദേവി വിദ്യയുടെ അധിപതിയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു, വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ സരസ്വതി ദേവിയുടെ ഒരു കടാക്ഷവും സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. മറിച്ച് സയൻസ് കണ്ടുപിടിച്ചെന്ന മൊബൈൽ ഫോണാണ് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് കാരണമായിട്ട് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ഒരു പുതിയ മുന്നേറ്റമാണ്. ഒന്നാമത്തെ മുന്നേറ്റം സ്ത്രീകളുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മുന്നേറ്റം എന്ന് പറയുന്നത് ഈ ദളിത് ഗോത്ര കവിതയുടെ സാന്നിധ്യം മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നു. നേരത്തെയുള്ള ദളിത് കവിത എന്ന് പറയുന്നത് എന്താണ്? ദളിത് കവിത. ദളിത് കവിത എന്ന് പറയുന്നത് എല്ലാം നാടൻ പാട്ടുകളാണ്. നാടോടി താളത്തിന് ഉണ്ടായിട്ടുള്ള പാട്ടുകളെയാണ് ദളിത് കവിത എന്ന് പറയാവുന്നത്. അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വാഴക്കുലയോ അതുപോലെയുള്ള നടക്കുന്ന കുറത്തിയോ അതുപോലെയുള്ള ചില കവിതകളെ ദളിത് കവിത, ദളിത് പക്ഷരചനകൾ എന്ന് പറയാമെങ്കിൽ ഇന്ന് ദളിത് സമൂഹത്തിൽ നിന്ന് തന്നെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വളരെ വലിയ കവികൾ മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഉണ്ടായ ഒരു കവിയെ കുറിച്ചാണ് സ്വാഗത പ്രസാദൻ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം സാധാരണ നമ്മളെ പോലെ കവിത എഴുതുന്ന, എന്നെയോ ഷാജിയെ പോലെ കവിത എഴുതുന്ന ഒരു കവിയല്ല. പാട്ടുകൾ എഴുതിയും ഗാന കവിതകൾ എഴുതുകയും അത് റാപ്പ് മ്യൂസിക്കിന്റെ രീതിയിൽ ടൈറ്റുകളും താളവും എല്ലാം വെച്ചിട്ട് ചൊല്ലുകയും ചെയ്യുന്ന വേടൻ എന്ന ഗായക കവി ഇതിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയാണ്. നേരത്തെ ആരാണ് ഈ ദളിത് കവിതയെ നിരാകരിച്ചത്? ദളിതരെ എഴുതാൻ പാടില്ല, ദളിതർ അവരുടെ പേര് പുറത്തു പറയാൻ പാടില്ല, വാക്കുകൾ പോലും പറയാൻ പാടില്ല, അവർക്ക് നല്ല പേരിടാൻ തന്നെ പാടില്ല, അവർക്ക് വീട് വയ്ക്കാൻ പാടില്ല, അവർക്ക് ചെരിപ്പിടാൻ പാടില്ല. അങ്ങനെയുള്ള ദളിതാവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ആ ദളിതാവസ്ഥ ഉണ്ടാക്കി കൊടുത്തവരാണ് ഇപ്പോൾ വേടന്റെ പാട്ടുകളെ നഗശികാന്തം എതിർക്കുന്നത്. അവരുടെ മനസ്സിലിരിപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ വേടൻ എതിർക്കുന്നത്. വേടൻ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും പുതിയ കാര്യമുണ്ടോ? പുതിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. അതായത് 50കളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങൾ ആരംഭിച്ചിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന പാട്ടുകൾ KPR പണിക്കരും നാണിയും വടക്കൻ കേരളത്തിലും മേദിനി ചേച്ചിയും DM പ്രസാദും തെക്കൻ കേരളത്തിലും ഉണ്ടാക്കിയ ചലനം അത് തന്നെയാണ്. ആ ആശയങ്ങൾ തന്നെയാണ് ഇപ്പോഴും വേടൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വേറൊരു കവിത ശ്രദ്ധയിലുണ്ടാവും. 1939 മരിച്ചുപോയ ഒരു പ്രധാന നവോത്ഥാന നായകനായിട്ടുള്ള പൊയ്കലപ്പച്ചന്റെ ഒരു പാട്ടാണ് അദ്ദേഹം പാടുന്നത്. പുലയരെല്ലാരും കൂടി ചേരമരായാലെന്താ പുലയല്ല പുലമാറുമോ, ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ. ഇതെന്തുണ്ടായ പാട്ടാണ്? ഈ പാട്ടുണ്ടാക്കിയ 1939 മരിച്ചുപോയി. 39 മരിച്ചുപോയ ഒരാളുടെ ഒരു പോരാട്ട ഗാനമാണ് വേടൻ ഇപ്പോഴും പാടുന്നത്. അതുപോലെ വേടൻ അടക്കമുള്ള പുതിയ കവികളുടെ റാപ്പ് സംഗീതത്തിൻ്റെ മാത്രമല്ല എഴുത്ത് കവികളുടെ വലിയൊരു നിര ഈ മലയാളത്തിൽ ദളിത് സാഹിത്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ വാസ്തവമാണ്. ഗോത്ര കവിതയുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് സംസാര ഭാഷയുണ്ട്, പക്ഷേ ലിപിയില്ല. ലിപിയില്ലാതെ എങ്ങനെ എഴുതും? അവയെ കുറെ ആളുകൾ തമിഴിൽ എഴുതാൻ ശ്രമിച്ചു നോക്കി, കുറെ ആളുകൾ നമ്മുടെ അമ്മ മലയാളത്തിൽ തന്നെ എഴുതാൻ ശ്രമിച്ചു നോക്കി. ഇപ്പോൾ മലയാള ലിപികളെ അവർ അവരുടെ ഭാഷയായിട്ട് അംഗീകരിക്കുകയും ധാരാളം ഗോത്ര കവിതകൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്ന മലയാളത്തിൽ രണ്ടാമത്തെ മാറ്റമാണ്. അപ്പോൾ ഒരു കാലത്ത് ഗോത്രത്തിലുള്ളവർ എഴുതാൻ പാടില്ല എന്നൊരു സൗന്ദര്യബോധമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗോത്ര കവികളും ദളിത് കവികളും ആ സൗന്ദര്യബോധത്തെ നിരാകരിച്ചുകൊണ്ട് അവരുടേതായ വേറൊരു സൗന്ദര്യ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നു എന്നർത്ഥം. രണ്ടാമത്തെ നിരാകരണം സംഭവിക്കുകയാണ്. മൂന്നാമത്തെ നിരാകരണം എന്താണ്? മൂന്നാമത്തെ നിരാകരണം ബൃഹദാഖ്യാനങ്ങളുടെ കാലം കഴിയുന്നു. നീണ്ട കവിതകൾ വായിക്കുവാൻ ആളില്ലാതെയായിരിക്കുന്നു. പഴയതുപോലെ നീണ്ട കവിതകൾ ആരും വായിക്കുന്നില്ല. കുമാരനാശാനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും എത്ര പേര് അതിന് വായിച്ചിട്ടുണ്ട്, എത്ര പേര് കാരണം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കൈവക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു വിഷമമാകും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതാണ് അവസ്ഥ. കുമാരനാശാനെ വായിക്കുന്നില്ല ആളുകൾ, അല്ലെങ്കിൽ വള്ളത്തോനെ വായിക്കുന്നില്ല ആളുകൾ, ഉള്ളൂരിനെ വായിക്കുന്നില്ല ആളുകൾ. എന്തുകൊണ്ടാണ്? നമ്മൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ബൃഹദാഖ്യാനങ്ങളുടെ കാലം കഴിയുന്നു. നമ്മൾ ഹ്രസ്വരചനകളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നത്. ചെറിയ ചെറിയ കവിതകൾ, ഈ സമാഹാരത്തിലുള്ളതൊക്കെ തന്നെ ചെറിയ ചെറിയ കവിതകളാണ്. ഈ ചെറിയ കവിത അദീർഘ രചനകളുടെ ഒരു പ്രാധാന്യമുള്ള ഒരു മലയാളമായിട്ട് നമ്മൾ അറിയിക്കുന്നു. അത് മൂന്നാമത്തെ നിരാകരണമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഏറ്റവും ദീർഘമായ കവിത എഴുതുക എന്നുള്ളതാണ്.
ഇപ്പൊ തിരുനെല്ലൂരിന്റെ റാണി അടക്കമുള്ള ഏറ്റവും ഇങ്ങേറ്റം അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ മത്സര അടക്കമുള്ള രമണൻ അടക്കമുള്ള കൃതികൾ പരിശോധിച്ചാൽ നീണ്ട കവിതകൾ ഉണ്ടായിരിക്കുന്നു. ആ നീണ്ട കവിത എന്നുള്ള സൗന്ദര്യബോധത്തെ നിരാകരിച്ചുകൊണ്ട് ഹ്രസ്വ കവിതകളുടെ വേറൊരു സൗന്ദര്യ തലം മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. നാലാമത്തെ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. അതായത് ഉള്ളൂരിന്റെ ഒരു കവിതയിൽ പറയുന്നത്, വേഷമെനിക്കെന്ത് എന്ന് വിധിപ്പത് വിഭോഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്യുന്നത് വിധേയൻ കൃത്യം, ഞാനല്ല എന്റെ വേഷം തീരുമാനിക്കുന്നത്. ഞാൻ PSC എഴുതിയതുകൊണ്ടല്ല എനിക്ക് ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടിയത്. പിന്നെ വേറെ ആരോ തീരുമാനിച്ചിരിക്കുകയാണ്. ദൂരെ എവിടെയോ എഴുതുന്ന, ആകാശത്ത് എവിടെയോ എഴുതുന്ന ആരോ തീരുമാനിച്ചിരിക്കുകയാണ് നീ ഏത് വേഷം കെട്ടണം എന്നുള്ളത്. എങ്ങനെയാണോ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഷാജിയിലാണ് ഇതിന് ജോലി കിട്ടിയത്, അദ്ദേഹം PSCക്ക് പഠിച്ചതുകൊണ്ടല്ല, വേറെ ആരോ ദൂരെ എഴുതി തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹം രജിസ്ട്രേഷൻ ജോലി ചെയ്യണം എന്നുള്ളത്. അതാണ് ഉള്ളൂരിന്റെ നിലപാട്. വേഷം എനിക്കെന്ത് എന്ന് വിധിപ്പത് വിഭോഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്തത് വിധേയൻ കൃത്യം. ഇത് ഈ നിലപാട് ആശാനുണ്ടായിരുന്നു, ഈ നിലപാട് വള്ളത്തോടുണ്ടായിരുന്നു. ഞാൻ സമയത്തുള്ളവരുടെ ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഇതിനെ സമ്പൂർണ്ണമായിട്ടും പുതിയ കവിത നിരാകരിക്കുന്നു. പുതിയ കവിതയിൽ അങ്ങനെ ഒരു നിലപാട് ഇല്ല. കോവിഡ് കാലം ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഒരു രക്ഷ നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചതേ ഇല്ല. നമ്മൾ ആകെ കൂടി അഭയം പ്രാപിച്ചത് സയൻസ് നമ്മളോട് പറഞ്ഞ മാസ്കും സോപ്പും വേണം എന്നുള്ള സയൻസിന്റെ നിർദ്ദേശമാണ് നമ്മൾ സ്വീകരിച്ചത്. എല്ലാം സയൻസാണ്. ഈ പുസ്തകം സയൻസാണ്, ഇതിലെ അക്ഷരങ്ങൾ സയൻസാണ്. ഈ ചിന്തയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജീവിച്ചിരിക്കാൻ ഊർജ്ജം ആവാഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശാസ്ത്ര അവബോധമുള്ള ആളാണ്. ഇതാണ് നാലാമത്തെ വ്യത്യാസം. സയൻസിന്റെ ആധീനം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അതീന്ദ്രിയ ശക്തികളെ അല്ലെങ്കിൽ പ്രകൃത്യാധീന ശക്തികൾ നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ള നിലപാടേ മാറിയിരിക്കുന്ന മലയാള കവി. വേറെയുള്ള ആർജിത സംസ്കാരമാണ് ഈ കവിതയിലുള്ള. കവിയെ കുറിച്ച് സ്വാഗത പ്രസംഗരെ പറ്റി പറഞ്ഞത് ഹരിമാരൻ പറഞ്ഞത്, ഇദ്ദേഹം തുടരെ കവിത സ്വാഗത പ്രസംഗം പറയുന്നത് ഇത്തിരി പോയി ചോദിച്ചു ഇത്ര നാൾ പോയി എന്നുള്ള രീതിയിലാണ്. അതായത് ഇങ്ങനെ ഒരു കവി ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. നേരത്തെ അദ്ദേഹം കവിത സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, വാസ്തവമാണ്. ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തിന് മുമ്പിൽ എത്തത്തക്ക രീതിയിൽ നല്ല ലൈബ്രറി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് മുമ്പിൽ എത്തത്തക്ക രീതിയിൽ കവിത ഷാജിയൊന്നും ഉണ്ടായില്ല. ഹരിമാർ പറയുന്നത് കോളേജ് അദ്ദേഹം എഴുതിയിരുന്നു, പക്ഷേ പിന്നീട് എഴുത്ത് നിലച്ചുപോയി. അതുകൊണ്ട് ഇങ്ങനെ ഒരു കവിക്ക് എഴുതാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കവിക്ക് ഒരു ആർജിത സംസ്കാരമുണ്ട്. ഈ ആർജിത സംസ്കാരം അയാളെ കൊണ്ട് എഴുതിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ഈ ആർജിത സംസ്കാരം എന്ന് പറയുന്നത്? അത് നമ്മുടെ വായനയിലൂടെ നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സംസ്കാരമാണ് ആർജിത സംസ്കാരം എന്ന് പറയുന്നത്. എനിക്കൊരു ആർജിത സംസ്കാരം ഉണ്ട്. അത് നിങ്ങൾ എൻ്റെ കവിത വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും കാണാൻ കഴിയും. എൻ്റെ കവിത 1974 മീശയൊക്കെ നേരെ മുളയ്ക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീണവൽപ്പനക്കാരൻ എന്ന കവിത ഈ SD കോളേജിലൊക്കെ വന്ന് ഞാൻ നിരവധി തവണ ചൊല്ലിയിട്ടുള്ളൊരു കവിതയാണ്. അജയനും ഓമനക്കുട്ടിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കവിതയാണ്. ഈ കവിത മുതൽ ഇപ്പോഴേ ഹരികുമാർ പരാമർശിച്ച വീരവണക്കം എന്ന കവിത വരെയുള്ള കവിത നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിന് എൻ്റെ ആർജിത സംസ്കാരമുണ്ട്. എൻ്റെ ഓരോ ഒറ്റ കവിതയും ജാതിയെയോ മതത്തെയോ ബഹുമാനീകരിക്കുന്ന അല്ലെങ്കിൽ സവിശേഷ മഹത്വവൽക്കരിക്കുന്ന ഒരു വരി പോലുമില്ല. ജാതിയെ മഹത്വവൽക്കരിക്കുന്ന, മതത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു വരി പോലും എൻ്റെ ഒരു കവിതയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ, ചെകുത്താനെ, മാടനെ, മറുതയെ, ദൈവത്തെ ഒന്നിനെയും ബഹുമാനിക്കുന്ന, ഒന്നിനെയും സെലിബ്രേറ്റ് ചെയ്യുന്ന, സവിശേഷവൽക്കരിക്കുന്ന ഒരു വരി പോലും നിങ്ങൾക്ക് എൻ്റെ കവിതയിൽ കണ്ടെത്താൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അതെൻ്റെ ആർജിത സംസ്കാരമാണ്, എൻ്റെ പാഠങ്ങളാണ്, എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച പാഠങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് ഈ എൻ്റെ കവിതയിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ കവിക്കും ഒരു ആർജിത സംസ്കാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാജിയുടെ ആർജിത സംസ്കാരം എന്താണ്? ഷാജിയുടെ ആർജിത സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിനകത്തെ ഈ ഓരോ കവിതകളും. ഒറ്റ വരയിൽ നീങ്ങുന്ന ഒരു കവിയല്ല ഷാജി. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനുഷ്യാവബോധമാണ്. മനുഷ്യനാണ് ഞാൻ എന്നുള്ള ഒരു അവബോധം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഈ മുഴുവൻ കവിതകളുടെയും അടിസ്ഥാനം. അതാണ് അദ്ദേഹത്തിൻ്റെ ആർജിത സംസ്കാരം എന്നുള്ളത്. ഞാൻ നേരത്തെ സ്ത്രീപക്ഷ രചനകളെ കുറിച്ച് പറഞ്ഞല്ലോ. സ്ത്രീപക്ഷ രചന സ്ത്രീകൾ മാത്രമല്ല എഴുതുന്നത്, പുരുഷന്മാരും എഴുതുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീ ഒരു പുരുഷനെ എങ്ങനെയാണ് കാണുന്നത്?
ഷാജി എങ്ങനെയാണ് ഒരു പുരുഷനെ ഒരു സ്ത്രീയെ കാണുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്ത്രീയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ആ അടുക്കളയിൽ ഇങ്ങനെ ഓട്ട് പാത്രങ്ങൾ കിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പാത്രങ്ങൾ കിരിക്കുന്ന പോലെ കിരിങ്ങി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതിനേക്കാണ് സ്ത്രീകൾ തന്നെ സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. അതേസമയം ചില അപൂർവ ചില സ്ത്രീകൾ പള്ളിനിന്നുള്ള ഒരു സരസ്വതി ഒരു പൊളിറ്റിക്കൽ ജാഗ്രതയുള്ള രാഷ്ട്രീയ ജാഗ്രതയുള്ള ലോങ് മാർച്ച്, ചൈനയിലും മാംസത്വത്തിന്റെ ലോങ് മാർച്ചിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കവിത എഴുതിയാൽ വായിച്ചു നിർമ്മിക്കുന്നു. അതൊരു സ്വപ്നയുടെ കവിത. അച്ഛന്റെ കൗവീനം എന്നുള്ള വാക്കല്ല, കോണകം എന്നുള്ള വാക്കിനെയാണ് കൊണ്ട് ഉപയോഗിച്ചത്. ആ രീതിയിൽ വളരെ തെറിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മുറ്റത്തായുള്ള പുഷ്പകുളവന്റെ കവിത, ഇതൊക്കെ തെറിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണെങ്കിൽ വേറെ ഒരു സമീപനം ഷാജിക്കുണ്ട്. അത് അഭിനേത്രി എന്നുള്ള കവിതയിൽ നമുക്ക് വായിക്കാം. അഭിനയിക്കുകയാണ് നീ എന്ന് എനിക്ക് അറിയാം. ഒരു സ്ത്രീയെ വായിക്കുകയാണ്, ഒരു സ്ത്രീയെ കണ്ടെഴുതുകയാണ്, ഒരു സ്ത്രീയെ നോക്കി ആ ചിത്രം വരയ്ക്കുകയാണ് കവിതയിൽ. അത് അദ്ദേഹത്തിന്റെ ആത്മീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അഭിനയിക്കുകയാണ് നീ എന്ന് എനിക്കറിയാം. വേണ്ടതിലധികം വിസ്തൃതിയുള്ള വീട്ടുമുറ്റം തൂത്ത് നടക്കവേ നടുവിന് കൈതാങ്ങി ആകാശത്തേക്ക് നിസ്സഹായതയോടെ നോക്കി നീ ഒരു നിമിഷത്തേക്കെങ്കിലും നിൽക്കുമ്പോൾ നിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അത് ഈ പുരുഷനാണ്. ഒരു സ്ത്രീയുടെ അസാധാരണമായ ചിത്രമാണ് ഇത്. വച്ചുവിളമ്പലും പാത്രം കഴുകലും ഒക്കെയായി പരക്കം പാരുന്നതിനിടയിൽ ഉഴഞ്ഞു വീഴാൻ പോകവേ ഭിത്തിയിൽ ചാരി നിന്ന് നീ ഒന്ന് തേങ്ങുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരുടെയും തുണികൾ അലക്കി കൈകൊഴിഞ്ഞ് അലക്കുകയിൽ കൈകൊഞ്ഞ് കുരിഞ്ഞു നിൽക്കവേ നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിട്ട് വീഴുന്നുണ്ട്. മറ്റാരും അടുത്തില്ലെന്ന് കരുതി ഒരു മൂളിപ്പാട്ട് പാടിപ്പോയതിന് നിന്റെ മക്കളുടെ അച്ഛനിൽ നിന്നും ചവിട്ട് കിട്ടിയത് ഓർത്തോർത്ത് ശബ്ദം ഉണ്ടാക്കാതെ നിലവിളിക്കുന്നുണ്ട്. ഈ സ്ത്രീ എഴുതുകയാണ് ഒരു പുരുഷൻ. എന്താണ് വായന? സ്ത്രീയെ എങ്ങനെയാണ് ഈ കവി വായിക്കുന്നത് എന്ന് നോക്കുക. പുറത്തുനിന്ന് കാണുകയാണ്. സ്ത്രീ സ്വന്തം അനുഭവം പറയില്ല. അല്ലെങ്കിൽ കവിക്ക് വേറെ സംശയം സ്ത്രീയായിട്ട് എഴുതാം. സ്ത്രീയിൽ തന്നെ ആവേശിച്ച് സ്ത്രീയുടെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അങ്ങനെയില്ല. പുരുഷൻ സ്ത്രീയെ അങ്ങനെയാണ്. അതായത് സ്ത്രീയുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ സ്ത്രീയാണ് അടപ്പെടുത്തുകയാണ്. മദ്യത്തിന്റെയും വിയർപ്പിന്റെയും മണം വമിക്കുന്ന പുരുഷ ശരീരത്തിന്റെ ഭാരം താങ്ങുമ്പോൾ വല്ലാതെ വിമ്മി പൊട്ടുന്നുണ്ട്. പക്ഷേ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിൽ മതിപ്പിന്റെ പ്രകാശം ഉണർത്തി അച്ചടക്കവും അനുസരണയും ഉള്ളവളായി ചെയ്താൽ തീരാത്ത ജോലികൾ നിർത്താതെ ചെയ്ത് നീ ഒരു മാതൃകാ സ്ത്രീ രക്തമാകുന്നുണ്ട്. എന്നാൽ സംതൃപ്തയും ഭാഗ്യവതിയുമായ കുടുംബിനി എന്ന കഥാപാത്രമായി നീ അഭിനയിച്ച് പരാജയപ്പെടുകയാണ് എന്ന് എനിക്കറിയാം. ഇതാണ് പുരുഷന്റെ സാക്ഷ്യം. ഇത് സ്ത്രീയെ ഒരു പുരുഷൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആർജിത സംസ്കാരമുണ്ട്. അത് ഒരു സ്ത്രീപക്ഷ സംസ്കാരമാണ്. അമ്മയെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം, ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, കാമുകിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, കാമുകിയെ ബഹുമാനിക്കാമോ? തീർച്ചയായിട്ടും ബഹുമാനം അറിയിക്കുന്നവരാണ്. കാമുകിയായാലും ഭാര്യയായാലും എല്ലാവരും അവരെ ബഹുമാനിക്കുന്ന, അവരെ കണ്ട് എഴുതുവാൻ കഴിവുള്ള ഒരു ആർജിത സംസ്കാരം ഈ കളിക്കുന്നത്. അനുസരണ എന്നുള്ള സ്ത്രീപക്ഷ രചന നോക്കൂ. വെറുതെ നീ എന്നെ അടിച്ചു കൊല്ലല്ലേ സ്ത്രീ പറയുന്നതാണ്. നേരത്തെ പുരുഷൻ സ്ത്രീയെ കണ്ട് എഴുതുന്നതാണ് നമ്മൾ വായിച്ചതെങ്കിൽ സ്ത്രീ പറയാണ് വെറുതെ നീ എന്നെ അടിച്ചു കൊല്ലല്ലേ, അനുസരിക്കാം, നീ പറഞ്ഞതൊക്കെയും. നിനക്ക് നാവിന് രുചിക്കുമ്പോൾ ഞാൻ പൊരിച്ചു മീൻ തരാം, മൊരിച്ചെടുക്കാം. എരിപുളി ഉപ്പ് കറികളിൽ തെല്ലും അധികമാകാതെ തരുന്നതുണ്ട് ഞാൻ. നിനക്കുണ്ണാൻ വേവിലിന്റെ പാകത്തിൽ എടുത്ത ചോറ് ഞാൻ വിളമ്പിടാം എന്നും. മുഷിഞ്ഞു നീ മാറ്റും തുണികളൊക്കെയും കഴുകി വൃത്തിയായി ഉണക്കി വെക്കാം ഞാൻ. കളഞ്ഞ പാത്രങ്ങൾ കഴുകി വെച്ചിടാം. പതിവായി മദ്യത്തിൻ ലഹരിയിൽ അന്തിക്കണയവയെ ചിരിച്ചടുത്തു വന്നിടാം. വെളുക്കോളം ഞാൻ സഹിച്ചിടാം നിന്റെ അസഭ്യ വർഷങ്ങൾ മുഴുവനും. കരുണയില്ലാതെ എൻ ഉടലിനെ ക്രൂരം അപമാനിച്ചാലും എതിർക്കുന്നില്ല ഞാൻ. നിനക്കെതിരിൽ വന്ന് പിറക്കും കുഞ്ഞുങ്ങൾക്ക് അഭയമായിടാം, വളർത്തിടാം നന്നായി. ഒരു പരാതിയും പറയാതെ, ഉള്ളിൽ ഒരു മുളപൊട്ടും മോഹം വെളിപ്പെടുത്താതെ, ചെറുപ്പത്തിൽ കേട്ടുവന്ന പാട്ടിന്റെ മധുര ഓർമ്മയെ തിരിച്ചെടുക്കാതെ, ഒരു സ്വപ്നത്തിന്റെ തരിവട്ടം പോലും മനസ്സിലെത്തുവാൻ അനുവദിക്കാതെ, എതിരായി ഒന്നുമേ ഉയ്യാടാതെയും കഴിഞ്ഞിടാം. ജീവൻ പൊലിഞ്ഞിടും വരെ അനുസരിക്കാതെ ഇരുന്നാലോ എന്നെ ചവിട്ടി കൂട്ടുവാൻ പഠിച്ചിട്ടില്ല നീ. നേരത്തെ പുരുഷൻ സ്ത്രീയെ വായിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു പുരുഷൻ സ്ത്രീയെ എഴുതുകയാണ്. അവിടെ
ആദ്യത സംസ്കാരം എന്ന മഹത്തായ കാര്യം ഈ കവിതയിലെ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ആദ്യ സംസ്കാരം ഇതാണ്: സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീയുടെ സഹനം മനസ്സിലാക്കണം, അത് സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ്സിലിരുന്ന് അത് രേഖപ്പെടുത്തുവാൻ എനിക്ക് കഴിയണം. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കവിതകളാണ് ഇതിലുള്ളത്. ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വായിക്കുക കുറേ കവിതകൾ നിങ്ങളെ വായിച്ചു എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പുസ്തകം വാങ്ങാതെ പോകുമെന്ന് ഭയം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വായിക്കുന്നില്ല. ഒരു കവിത ഇന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കവിത ഞാൻ വായിക്കുന്നു. ഞാൻ എഴുതിയ കവിത സ്നേഹത്തെ കുറിച്ചുള്ള കവിത. നിരുപാധികം എന്നാണ് ഈ കവിത. ദുഃഖിയെ പുണർന്നു നിന്നു നിശ്വസിച്ച സ്നേഹമേ, സ്വപ്നമേഖലയ്ക്കു ജീവിതം കൊടുത്ത സ്നേഹമേ, പട്ടിണിക്കു മുന്നിലിറ്റു വറ്ററിഞ്ഞ സ്നേഹമേ, തൊട്ടുനിന്നു മുത്തമിട്ട വെട്ടമായ സ്നേഹമേ, ചക്രവാളമായയിൽ ജ്വലിച്ചു നിന്ന സ്നേഹമേ, മൾബറിപ്പഴങ്ങളായി തെറിച്ചു വീണ സ്നേഹമേ, അർബുദപ്പഴുപ്പിൽ ശീതസ്പർശമായ സ്നേഹമേ, ഹിസ്റ്ററിക്ക് ഫോസിലിൽ ഇടം കൊടുത്ത സ്നേഹമേ, ഷട്ടിൽ വീണ ചോരയിൽ കരഞ്ഞുപോയ സ്നേഹമേ, യുദ്ധമുള്ളിടത്തു വെൺകൊടി പിടിച്ച സ്നേഹമേ, മത്സ്യമൈകലപ്പരപ്പിനൊപ്പമുള്ള സ്നേഹമേ, മെർക്കുറിക്കു സൂര്യനായി അടുത്തറിഞ്ഞ സ്നേഹമേ, മധ്യമാർഗ ബുദ്ധിയിൽ മണം വിതച്ച സ്നേഹമേ, ഗർഭപാത്ര തൃഷ്ണയിൽ കിനാവെറിഞ്ഞ സ്നേഹമേ, നെറ്റിലൂടെ അത്ഭുതം തൊടുത്തയച്ച സ്നേഹമേ, പക്ഷിമുട്ടയായി മരത്തിൽ ഒപ്പുവച്ച സ്നേഹമേ, നഗ്നതയ്ക്കു മുന്നിൽ നിർത്ത ശില്പമായ സ്നേഹമേ, പച്ചിലയ്ക്കു സൂര്യരശ്മിയായി പചിച്ച സ്നേഹമേ, പുസ്തകത്തിനപ്പുറത്തെ വിദ്യയായ സ്നേഹമേ, രക്തമേ നിനക്കു മൃത്യു ശിഷ്ടമാണ് സ്നേഹമേ. മാതൃകയായിട്ട് ഒരു വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് ഈ ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അത്യധികം സന്തോഷം. വളരെ പ്രൗഢഗംഭീരമായ സംസാരത്തിന് ശേഷം അതിൻ്റെ മേലൊരു പ്രസംഗം നടത്താൻ എനിക്കാവുന്നില്ല. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അജയകുമാർ പുസ്തകത്തെക്കുറിച്ച് വളരെ ഗൗരവതലത്തിൽ നിങ്ങളോട് പ്രതിപാദിക്കുന്നുണ്ട്. അത് കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഇരിക്കുന്നത് അത് കേൾക്കാൻ കൂടിയാണ്. ഇതിൽ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. കവിതകളൊക്കെ ഞാൻ വായിച്ചു. ഷാജി എനിക്ക് പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു. നെടുമുടി ഹരികുമാർ സാറ് കോളേജിൽ വെച്ച് ഏറ്റവും മിടുക്കനായ കുട്ടിയെന്ന് വിളിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഇച്ചിരി ദേഷ്യമുണ്ട്. അതൊരു ശരിയായ വാക്കല്ല. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആ പ്രൈമറി സ്കൂളിൽ വെച്ച് മിടുക്കനായ കുട്ടിയെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ ക്രെഡിറ്റ് തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈമറി സ്കൂളിൽ നിന്ന് മിടുക്കനായ കുട്ടിയെ വളർത്തിയെടുത്ത് ഇങ്ങോട്ട് വിട്ടത് കൊണ്ടാണ് കോളേജിലും മിടുക്കനായ കഥകൾ വളർന്നത്. അപ്പോൾ താഴ്ന്ന തലത്തിൽ താഴ്ന്ന ക്ലാസ്സുകളിൽ കുട്ടിക്ക് കൊടുക്കുന്ന ഓമനത്വമാണ് ഭാവിയിൽ അവൻ്റെ വളർച്ചയെ ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ കണ്ടെത്തുന്നത്. കവിതകളൊക്കെ വായിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട കുരിപ്പുഴ ഒന്ന് രണ്ട് കവിതകളൊക്കെ വായിച്ച് കേട്ടപ്പോൾ ഞാൻ വായിച്ച കവിതകളെക്കാൾ കുറെ കൂടി എനിക്ക് ഗംഭീരമായിട്ട് തോന്നുന്നത്. ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ മാഷത് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ഗംഭീരമാണ്. പക്ഷെ എനിക്ക് ആ കവിതകളൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാ കവിതകളും ഇഷ്ടമാണ്. ഷാജി ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുന്നതിൽ അത്ഭുതമുണ്ട്. ഒരുപക്ഷെ ഈ ഇങ്ങനൊരു പുസ്തക പ്രകാശനം ആ പുസ്തകം ഏറ്റുവാങ്ങാൻ കിട്ടിയ അസുലഭമായ നിമിഷം ഒരു ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണയായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സ്വപ്നം കണ്ടിരുന്ന കാലഘട്ടത്തിൽ ഷാജി ഞാനെഴുതി കുറച്ച് നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കൈപിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആ കൊച്ചുകുട്ടി, ഷാജി എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഇത്രയും ശ്രേഷ്ഠനായ ഒരു പദവിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ
ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പിള്ള കൊടുത്ത സർട്ടിഫിക്കറ്റ്, കവിതകളെക്കുറിച്ച് കൊടുത്ത സർട്ടിഫിക്കറ്റ് അതിഗംഭീരമാണ്. പക്ഷെ കവിതകളൊക്കെ ഞാൻ വായിച്ചതിൽ എനിക്കൊരു കവിത അതിൽ ഒരു സ്വല്പം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന ആപ്തവാക്യത്തിലാണ് ഷാജിയുടെ കവിതകൾ മിക്കവാറും കടന്നു വന്നിട്ടുള്ളത്. അവിടെ സ്നേഹവും സാന്ത്വനവും ഒക്കെ. പക്ഷേ ഷാജി ഏതോ ഒരു കവിതയുടെ അവസാനം ഒരു വരി പറയുന്നുണ്ട്, അമ്മയാണ് എൻ്റെ പുസ്തകം. ആ വരികളിലെ ഉള്ളടക്കത്തിലെ അർത്ഥം അത് ഗംഭീരമാണ്. അമ്മയാണ് എൻ്റെ പുസ്തകം, എൻ്റെ നേരറിവിൻ്റെ കാഴ്ചപ്പാട് എൻ്റെ പ്രിയപ്പെട്ട മാതാവാണെന്ന് പറയാൻ കഴിയുന്ന ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരോമന പുത്രൻ്റെ സങ്കേതം, അതാണ് ശ്രേഷ്ഠം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും സ്വന്തം ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ പല കവിതകളിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ പറയാൻ എനിക്ക് നേരെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അനിൽകുമാർ സാറ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. എന്നാൽ ഒറ്റ വാക്യം ഞാൻ പറയുന്നു, ഈ അമ്മയ്ക്ക് കൊടുത്ത ഈ സ്ഥാനമാണ് ഷാജി എന്ന് പറയുന്ന ഈ നല്ല പൗരൻ, കലാകാരൻ, സാഹിത്യകാരൻ, കവി ഇന്ന് നമുക്ക് മുന്നിൽ ഈ ശ്രേഷ്ഠ നിലയിലെത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. നമ്മുടെ മലയാളത്തെക്കുറിച്ച് അമ്മ മലയാളം എന്ന അതിമനോഹരമായൊരു കവിത, ഞാനോർത്ത ആ കവിത ഇവിടെ കുരിപ്പുഴ 4 വരിയെങ്കിലും പാടുന്നത്. ഒരു കാലഘട്ടത്തിൽ അമ്മ മലയാളം പാടാത്ത വേദികളിലായിരുന്നു. സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ അമ്മ മലയാളം കേട്ട് ഒരുപാട് വേദികൾ പങ്കിട്ടുണ്ട്. അപ്പം അമ്മ എന്ന് പറയുന്ന സത്യത്തെ, ശ്രേഷ്ഠമായ സത്യത്തെ മനസ്സിനുള്ളിൽ നിന്ന് മായാതെ ഷാജി ഇനിയും തുടർന്ന് സാഹിത്യരംഗത്ത് ഒരു നിറശോഭയായി വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. പുസ്തകത്തെ കുറിച്ച് അധ്യക്ഷൻ ഹരികുമാർ സാറും ഉദ്ഘാടകനായ നമ്മുടെ പ്രിയ കവിയും കൃത്യമായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞു. എനിക്ക് തോന്നിയ ഒരു കാര്യം വിശദീകരിച്ച് പറയാൻ അവസാനം അതിൽ ചെന്നെത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അത്ര വിശദീകരണം ഒന്നുമില്ലാത്തത് കൊണ്ട് ആദ്യമായി അത് ഒരു പറച്ചിലെന്ന് പറയാവുന്ന രീതിയിൽ പറയാനാണെങ്കിൽ, ഹൃദയത്തിലേക്കുള്ള വഴികൾ അന്വേഷിക്കുന്ന കവിതകളാണ് ഭസ്മാന്തം എന്ന കവിതാ പുസ്തകത്തിലുള്ളത്. ഹൃദയത്തിലേക്കുള്ള വഴികൾ അന്വേഷിക്കുന്ന കവിതകൾ. നമ്മുടെ ഉദ്ഘാടനത്തിൽ കവി വളരെ കൃത്യമായി ഷാജി ജനാർദ്ദൻ എന്ന കവി ആർജിച്ചിട്ടുള്ള ആർജിത സംസ്കാരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഈ കവിതാ സമാഹാരത്തിൽ 36 കവിതകളാണുള്ളത്. അതിൽ ആദി, കൂട്ട്, അഭിനേത്രി, അനുസരണ, പനി, പുസ്തകം എന്ന കവിതയിലേതാണ് ശിവൻ സാർ പറഞ്ഞ അമ്മ പുസ്തകം എന്ന അർത്ഥത്തിൽ അവസാനിക്കുന്ന കവിത. ഇത്രയും കവിതകൾ സ്ത്രീ ജീവിതാനുഭവം തൻ്റേതായ അനുഭവം കൂടിയാക്കി ആവിഷ്കരിക്കുന്ന, അത് തൻ്റേതായ അനുഭവം കൂടി ആകുമ്പോൾ മാത്രമേ അത് വായിക്കുന്നവർക്ക് അനുഭവവേദ്യമാകുള്ളൂ. അങ്ങനെ ആവിഷ്കരിക്കുന്ന കവിതകളാണ്. പ്രണയം പ്രധാന പ്രമേയമായി വരുന്ന ലയനം, ദൗത്യം, പ്രണയ സന്ദേശം, പ്രണയപർവം, പിണക്കം, പരിണാമം എന്നിങ്ങനെയുള്ള കവിതകൾ, എന്നീ പേരുകളിലുള്ള കവിതകൾ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഇതോടൊപ്പം തന്നെ കവിതയെ സംബന്ധിച്ച് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാനവികതയാണ്. മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ്, സ്നേഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഷാജി ജനാർദ്ദൻ എന്ന കവിത എഴുതുന്നത്. സ്നേഹത്തെ സംബന്ധിച്ചിട്ടുള്ള മനുഷ്യ ജീവിതത്തിൽ സ്നേഹത്തിനും സഹവർത്തിത്വത്തിനും പരസ്പര സഹകരണത്തിനും പരസ്പര ആശ്രയത്വത്തിനുമുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള ദാർശനിക വ്യഥകൾ അടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ബാക്കി എല്ലാ കവിതകളും തന്നെ. അതിൽ ഭസ്മാന്തം, വരകൾ, തെളിവുകൾ, ചതി, വിചാരണ, ഫിലോസഫി, വഴികൾ, വെട്ട്, ഉള്ളിയിറങ്ങുന്ന വഴികൾ, ഉത്സവങ്ങൾ, തിരക്കിനിടയിൽ, കുസുമ്പ്, ഇങ്ങനെയൊക്കെ പേരുകൾ, ഈ തലക്കെട്ടുകളിലുള്ള കവിതകളെല്ലാം തന്നെ ഇത്തരത്തിൽ
മനുഷ്യ എന്ന നിലയിൽ വർത്തമാനകാലത്ത് നാം അഭിമുഖീകരിക്കുന്ന ദാർശനിക വ്യഥകൾ കവി പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഈ കവിത എൻ്റെ കയ്യിൽ ആദ്യ ദിവസം തന്നെ, പുസ്തകം കിട്ടിയ ദിവസം തന്നെ ഞാനിത് വായിക്കുകയുണ്ടായി. വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഹരികുമാർ സാറിന് ഈ കവിതയെ സംബന്ധിച്ചിട്ടൊരു സന്ദേശം അയച്ചു. കവിയുടെ അനുജനായ ഷിജിമോനും ഞാൻ ആ സന്ദേശം അയച്ചിരുന്നതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ നിന്നും കാമ്പും കാതലുമുള്ള ചില വരികൾ മലയാള കവിതാ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സന്ദർഭമാണ് അസ്മാന്തം എന്ന കവിതയാണ് ഞാൻ കുറിച്ചത്. ഞാനതിൽ സൂചിപ്പിച്ച ഒരു വാക്ക്, ഗുരുത്വവും കരുത്തുമുള്ള കവിതകൾ ഈ കവിതാ പുസ്തകത്തിലുണ്ട്. മാത്രമല്ല, കവിത എഴുത്തിൻ്റെ, ഭാഷയുടെ പ്രയോഗത്തിൻ്റെ, ചിന്തയുടെ അനുശീലനത്തിൻ്റെ വലിയ ഒരു അടയാളം രേഖപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകമാണ് അസ്മാന്തം. സാധാരണ ഇത്തരം പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകം പരിചയപ്പെടുത്താനും പലപ്പോഴും പുസ്തകത്തിന് അവതാരിക എഴുതാനും ഒക്കെ മലയാളം അധ്യാപകൻ എന്ന നിലയിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ പലപ്പോഴും ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ വന്നുപെടുക. പക്ഷെ ഒരിക്കലും അങ്ങനെ ഈ അടുത്ത കാലത്തെങ്ങും തോന്നാത്ത ഒരു പുസ്തകമാണ് ഈ അസ്മാന്തം. ഞാനിത് പറയുന്നത്, ഈ പുസ്തകം ഹരികുമാർ സാർ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെല്ലാം വാങ്ങിക്കണമെന്നല്ല, ഇത് വായിക്കണം. ബന്ധുക്കളും കൂട്ടുകാരും തനിക്ക് സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങളും എല്ലാം കൂടി തൻ്റെ പുസ്തകം വാങ്ങിച്ചു കൂട്ടിയിട്ട് 2ാം പതിപ്പും 3ാം പതിപ്പും പ്രകാശനം ചെയ്യേണ്ട ഗതികേട് വരുന്ന ഒരു കവിതയല്ല, സമാഹാരമല്ല അസ്മാന്തം എന്ന കവിത ഓർക്കണം. അതുകൊണ്ട് ഇത് വായിക്കണം എന്ന് മാത്രമാണ് ഈ കവിതയെ അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു കവി എവിടെ നിന്നെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുന്നതല്ല. ഷാജി ജനാർദ്ദൻ എന്ന് പറയുന്ന കവിയെ ഈ അർത്ഥത്തിൽ നമ്മൾ അടുത്തെങ്ങും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലഘട്ടത്തിലെ ജീവനെ മുഴുവൻ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു കാവ്യ സംസ്കാരത്തിൻ്റെ ഉടമ കൂടിയാണ് ഈ ഷാജി ജനാർദ്ദൻ എന്ന കവി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളെ കവിതയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇതിലെ ഈ ഫിലോസഫി എന്ന് പറയുന്ന ഒരു കവിതയെ കൂടി എന്തെങ്കിലും ഒരു കവിത പുസ്തകം അവതരിപ്പിക്കുമ്പോൾ പരിചയപ്പെടുത്തണം. സമയപരിമിതി മൂലമാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ കവിതാ ചർച്ചയിൽ എവിടെയെങ്കിലും നമുക്ക് പരസ്പരം കാണുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങളും നിങ്ങളോട് എനിക്ക് പറയാൻ ഭാഗ്യവും എന്ന് പറയുന്ന, അവസരം എന്ന് പറയുന്ന ഒരു ചരിത്ര സന്ധി ഉണ്ടെങ്കിൽ വിശദമായി കവിതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. ഫിലോസഫി എന്ന് പറയുന്ന ഒരു കവിതയുടെ വരികൾ മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് വെട്ടേൽക്കുമ്പോൾ നിനക്ക് മൊഴിയുന്നില്ല. ഓർക്കാപ്പുറത്ത് ആസൂത്രിതമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആഴത്തിൽ മുറിഞ്ഞു. എനിക്ക് വെട്ടേൽക്കുമ്പോൾ നിനക്ക് മുറിയുമില്ല. ഓർക്കാപ്പുറത്ത് ആസൂത്രിതമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആഴത്തിൽ മുറിഞ്ഞു. പിളർന്നുപോയ ഹൃദയത്തിൽ നിന്ന് പതഞ്ഞ ചുടുരക്തവും പിടയുന്ന വിലാപങ്ങളും കുതിച്ചൊഴുകി. തുന്നിച്ചേർക്കാനാവാത്ത മുറിവിൻ്റെ പിളർപ്പിനു മുന്നിൽ വിഷഗ്വര ബന്ധം നിസ്സഹായരായി. നീ പറഞ്ഞു, കാഴ്ചപ്പാടാണ് യഥാർത്ഥ പ്രശ്നം. നേരത്തെ കവിതയുടെ ആദ്യഘട്ടത്തിൽ കണ്ടത് സന്ദർഭങ്ങളാണ്. ഇനി കവിത തുടങ്ങുകയാണ്. നീ പറഞ്ഞു, കാഴ്ചപ്പാടാണ് യഥാർത്ഥ പ്രശ്നം. ഈ എല്ലാ കവിതകളും 2-3 തവണ ഞാൻ വായിച്ചതിന് ശേഷം ആണ് ഞാനിതിൻ്റെ പഠനങ്ങൾ നോക്കുന്നത്. സാനുമാഷ് എഴുതിയിട്ടുണ്ട്, ഹരികുമാർ സാർ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഷാജി കവിയുടെ ഒരു കുറിപ്പും നക്ഷത്രശോഭ നിറച്ചവർക്ക് എന്നൊരു കുറിപ്പുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് ഞാനത് വായിക്കുന്നത്. അവസാനം ഞാൻ ഇനി വായിച്ചു. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഷിജിമോനും ഹരികുമാർ സാറിനും ഞാൻ ആ മെസ്സേജ് ഇട്ടത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വായിച്ചപ്പോഴാണ് ഷാജി ജനാർദ്ദനൻ്റെ ഗുരുത്വം എന്ന് ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല. കാരണം അമ്പലപ്പുഴ ഗോകുമാർ സാർ ഒരു വർഷത്ത് ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി സ്കറിയ സാറിൻ്റെയും നമ്മളേറ്റവും കൂടുതൽ ആലപ്പുഴക്കാർ അത്ഭുതത്തോട് നോക്കിക്കണ്ട ഇസ്താഖ് സാറിൻ്റെ ശിഷ്യനാണ് ഷാജി ജനാർദ്ദനൻ. ഇങ്ങനെ എഴുതാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. മാതൃത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും ആർജിത സംസ്കാരം
ആർജിച്ചെടുത്ത ഒരു കവിതാ സമാഹാരമാണ് ഭസ്മാന്തം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് കടന്നുപോയി എന്നുള്ളത് ഈ കവിതയുടെ നന്മ മാത്രം കാണുന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകം എല്ലാവരും വാങ്ങിക്കണമെന്ന് മാത്രമല്ല വായിക്കണം. തന്നെ ജീവിച്ചു പോയവൾ ചുവടുറപ്പിച്ചു നിന്നു മറഞ്ഞവൾ ദുരിതരാശി പെറ്റു വീണെങ്കിലും കരളിൽ അഗ്നി കെടാതെ സൂക്ഷിച്ചവൾ മുളയെടുത്തതു പാഴ്മണ്ണിലെങ്കിലും വേരു നീട്ടിത്താൻ വേണ്ടതെടുത്തവൾ വറുതികൾക്കു നടുവിൽ പതരാതെ നീറിയിരിക്കാതിരുന്നവൾ പെറ്റ മക്കളെ പോറ്റുവാൻ തീവയിലേറ്റു മണ്ണു കിളച്ചു മറിച്ചവൾ ജീവിതത്തിൻ്റെ വയലില തോറും തൻ മക്കളെയും പണിക്കായിറക്കിയോൾ ചെളിയിൽ വീണവർ താഴ്ന്നുപോമെന്നോർത്ത് ഖിന്നയാകാതെ ദൃഢചിത്തമാർന്നവൾ കൊയ്ത്തുമത്സരം ഓർമുഖമാകവേ കൊയ്ത്തരിവാളുമായി കുതിച്ചവൾ കൊള്ളിവാക്കുകൾ നാവിൻ്റെ വീറിനാൽ കരുണയില്ലാതരിഞ്ഞു കളഞ്ഞവൾ ദയ നിറഞ്ഞു നനയുന്ന നേരത്തു നാട്ടുപാട്ടുകൾ ആവോളം പാടിയോൾ സങ്കടങ്ങൾ അസഹ്യമാകുമ്പോൾ ഒട്ടുനേരം കരഞ്ഞവൾ എങ്കിലും സടകുടഞ്ഞു കൊടുങ്കാറ്റുപോൽ വീണ്ടും കഥനഭാരം മറന്നു പറന്നവൾ മറ്റൊരു കുടി തന്നിലും പാർപ്പുണ്ടു കെട്ടിയോനെന്നറിഞ്ഞു ചൂളാത്തവൾ കാലുറയ്ക്കാതെ കള്ളിൻ ലഹരിയിൽ എത്തിടും അവനോർമ്മ പോകുമ്പോഴും ധർമ്മബോധം വെടിയാതിരുന്നവൾ തലനിരപ്പിന്നു വെള്ളം വരുകിലോ അതിനുമീതെ തൻ തോണി പിടിച്ചവൾ ഒന്നുമോർത്തോർത്തു തീരെ തളരാതെ ഓർത്തിരിക്കാൻ സമയമില്ലാതെ ഒട്ടുമാറാത്തൊരാതിയിൽ വേവാതെ സ്വന്തമാം വഴിവെട്ടി തെളിച്ചവൾ അവളുടെ മകളെങ്കിലും ആദിതന്നഗ്നികുണ്ഠത്തിലെരിയുന്നു ഞാൻ സദാ അവളുടേതുപോലില്ലായ്മയിൽ എനിക്കുള്ളതോർത്തു ഞാൻ ആദി പിടിക്കവേ വാനവീഥികൾക്കപ്പുറം മിന്നുന്ന താരമായവൾ പുഞ്ചിരിക്കുന്നുവോ വാനവീഥികൾക്കപ്പുറം മിന്നുന്ന താരമായവൾ പുഞ്ചിരിക്കുന്നുവോ. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യനെ പ്രിയപ്പെട്ടത്, ഇവിടെ ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അതിയായ സന്തോഷം ആദ്യം രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള സാംസ്കാരിക ഇടപെടലുകളും അതുപോലെ തന്നെ കവികളും
സാഹിത്യകാരന്മാരും എല്ലാവരും നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ സാംബശിവന്റെ കഥാപ്രസംഗത്തെക്കുറിച്ച് ഒരു കാലത്ത് കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ ഒരുപാട് നിർണായകമായ പങ്കുവഹിച്ച കലാസൃഷ്ടിയാണ് KPSCയുടെ നാടകങ്ങൾ. അതുപോലെ അതിനുശേഷം വന്ന നിരവധിയായ സാഹിത്യ സൃഷ്ടികളെല്ലാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കേരളം ഇന്ന് മാറി നിൽക്കുന്നത്. ഇനി പുതിയ കാലത്താണെങ്കിൽ ഇപ്പം നേരത്തെ കുര്യപ്പിള്ള സാറിവിടെ സൂചിപ്പിച്ച വേടന്റെ പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വേടന്റെ റാപ്പ് സോങ്ങുകൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടവന്റെ അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ നാട് അനുഭവിച്ച വേദനയെല്ലാം ആ റാപ്പ് സോങ്ങിലൂടെ പുതിയ രീതിയിൽ വേടൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നേരത്തെ പൊയ്യലപ്പച്ചന്റെ ഗാനം അതിപ്പോ വേടന്റെ പരിപാടിയിൽ ചെറുപ്പക്കാരെ ആവശ്യപ്പെട്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അയ്യങ്കാളി ഇപ്പൊ നമ്മളെല്ലാം എത്ര തവണ പ്രസംഗിച്ചാലും എത്ര തവണ പറഞ്ഞാലും അത്രയും ആളുകൾക്കിടയിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ കേരളത്തിൽ ഒരു 100 വർഷം മുമ്പ് കേരളത്തിന്റെ സാഹചര്യം ഇതായിരുന്നുവെന്ന് അയ്യങ്കാളിയുടെ പാട്ടിലൂടെ വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും ആ പാട്ട് വില്ലുവണ്ടിയിലേറി വന്നതാരാണെന്ന് ചോദിക്കുമ്പോൾ അയ്യങ്കാളി എന്ന് ഓഡിയൻസിനെ തിരിച്ചു പറയുക. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി കയറി പായുമ്പോൾ എന്നോട് തലപ്പാവിൽ നിന്ന് തിളക്കമെന്ന് വേടം പാടുമ്പോൾ ആ ഓഡിയൻസ് 10,000 വരുന്ന ചെറുപ്പക്കാരുടെ ഓഡിയൻസ് ആർത്ത് ഇരമ്പി അയ്യങ്കാളി എന്ന് വിളിച്ചു പറയുക. എന്ന് വെച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തെ കൂടി ഓർമ്മപ്പെടുന്ന നിലയിൽ പുതിയ കാലത്തും കലാസൃഷ്ടികൾ ഇങ്ങനെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള സദസ്സുകൾ, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കേണ്ടവരാണ് ഷായിച്ചേട്ടനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ടവരാണ് കവികളും സാഹിത്യകാരന്മാരും എല്ലാം. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വളരെ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കാനുള്ള ഒരു അവസരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓടിച്ചു നോക്കി പുസ്തകം വായിക്കാം. ഓടിച്ചു നോക്കാനുള്ള കാരണം വളരെ ലളിതമായ ഭാഷയിലാണ് അതിലെ ഓരോ വരികളും. ഇപ്പൊ ഇവിടെ നേരത്തെ ഇവിടെ ചൊല്ലിയ ആദി എന്ന് പറയുന്ന കവിത, അതുപോലെ തന്നെ അതിലെ ഓരോ കവിതകൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒറ്റയിലൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തുളച്ചു കയറുന്ന നിലയിലുള്ള വരികളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന വരികളാണ്. ഇതിലെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ആർദ്രതയുടെ ഒരു മാനവികതയുടെ സന്ദേശമാണ് ഈ കവിതയിലൂടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ആദിയുണ്ട്, പിന്നെ പ്രണയപർവം, അച്ഛൻ, അങ്ങനെ എന്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പേരുകൾ ഇതൊക്കെയാണ്. അങ്ങനെ കുറെ കവിതകളുടെ പേരുകളെല്ലാം പുറത്തു വരുന്നില്ല. പക്ഷെ ഇതെല്ലാം വായിക്കുമ്പോൾ മനുഷ്യ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളതയാണ് കൂടുതലായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, പ്രണയിനി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഈ കവിതയിൽ കടന്നു വരുന്നു. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന ചിത്രങ്ങളാണ് കവിതയിലൂടെ വരച്ചു കാട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഷാഹിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ എഴുതിയെന്ന് എനിക്ക് ദീർഘനാളത്തെ പരിചയമില്ലെങ്കിലും ആ പുസ്തകം ഇത് വായിക്കുമ്പോൾ ഇത് വിരുദ്ധം വന്ന കവിയെ പോലെയാണ്, കവി എഴുതിയ കവിത പോലെയാണ് എനിക്ക് അത് വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഹൃദയം നിറഞ്ഞ ആശംസകളുള്ള ബഹുമാന്യനായ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇതുപോലെയുള്ള ചെറിയ കവിതകളും പാട്ടുകളൊക്കെ എഴുതുന്നതിന് ഗുരു എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ ഷാജി ജനാർദ്ദനൻ എന്ന കവിയുടെ പേരെടുത്ത് വെച്ചിരിക്കുന്ന മൂത്ത സഹോദരൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വേദിയിൽ നിന്ന് ദേശന്റെ കവിത ചൊല്ലാനുള്ളൊരു അവസരം സത്യത്തിൽ വൈകാരികമായി എനിക്ക് ഒരു ദൗർബല്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിചാരണ എന്ന കവിത. സൂര്യനീ ശപിക്കുകയും മാപ്പു സാക്ഷിയെ
നിന്റെ ക്രുദ്ധമാം വിചാരണ നെടുകെ പിളർക്കയാണെന്നകം ബോധത്തിൻ്റെ താഴിക കുടങ്ങളെ. സൂര്യ നീ ശപിക്കുകീ മാപ്പുസാക്ഷിയെ. നിന്റെ ക്രുദ്ധമാം വിചാരണ നെടുകെ പിളർക്കയാണെന്നകം ബോധത്തിൻ്റെ താഴിക കുടങ്ങളെ. വിശ്വാസഘാതിക്കുള്ള ശിക്ഷ നീ ശപിച്ചാലും പാപഭീതിയാൽ വിറപുണ്ടൊരൻ കയ്യിൽ കുറ്റപത്രവും വിതുമ്പുന്നു. നീതി ചിന്തയാൽ നീറും മനസ്സിൽ സദഗതദാരുണ പ്രരോദനം. ചിന്തകളെല്ലാം നീചതന്ത്രങ്ങളാകുന്നല്ലോ. സ്വപ്നങ്ങളെല്ലാം ഗൂഢമാർഗങ്ങളാകുന്നല്ലോ. ചൊല്ലുന്നതെല്ലാം ചതിക്കണിയായി തീരുന്നല്ലോ. ചെയ്തികളെല്ലാം വ്യാജനാട്യമായി മാറുന്നല്ലോ. ജ്വരമൂർച്ഛതൻ തമസ്സുറയും നിലാവിലൂടെ എത്രയോ ദുരന്ത ചിത്രാവലി തെളിയുന്നു. ജ്വരമൂർച്ഛതൻ തമസ്സുറയും നിലാവിലൂടെ എത്രയോ ദുരന്ത ചിത്രാവലി തെളിയുന്നു. കത്തുന്ന വസ്ത്രങ്ങളിൽ ഉടറിപ്പായുന്നൊരാൾ അറ്റകാലിന്മേൽ ഉച്ചമലറിക്കേറുന്നൊരാൾ പ്രളയത്തിരക്കുമേൽ പിടയുമൊരുവനെ ചവിട്ടിത്താഴ്ത്തുന്നുണ്ട് മറ്റൊരാൾ അതിക്രൂരം. രുധിരാമൃതം മഴുവൊങ്ങി നിൽപ്പവൻ രക്തപങ്കിലൻ ഞാനാണല്ലോ. ദുരയാലല്ലോ ചെയ്യൂ തെറ്റുകൾ, കാരുണ്യത്തിൻ കനി തിന്നാതാണല്ലോ വന്നതേതനിൽ നിന്നും. ചെയ്തു പോകുന്നു, കണ്ടു നിന്നു പോകുന്നു കുരുക്ഷേത്ര മാത്സര്യത്തിൻ്റെ ഹീനകർമ്മങ്ങൾ നിത്യം ചെയ്തു പോകുന്നു, കണ്ടു നിന്നു പോകുന്നു കുരുക്ഷേത്ര മാത്സര്യത്തിൻ്റെ ഹീനകൃത്യങ്ങൾ നിത്യം. സൂര്യനീ ശപിക്കുകീ മാപ്പുസാക്ഷിയെ. നിന്റെ ക്രുദ്ധമാം വിചാരണ നെടുകെ പിളർക്കയാണെന്നകം ബോധത്തിൻ്റെ താഴിക കുടങ്ങളെ. വിശ്വാസഘാതിക്കുള്ള ശിക്ഷ നീ ശപിച്ചാലും കനൽ വർഷത്താൽ എന്നെ കൂടി നിർദ്ദയം എരിച്ചാലും. ഷാജിയുടെ കവിതകളെ കുറിച്ചിവിടെ ഉദ്ഘാടകരും ജയമാർ സാറുമെല്ലാം വിശദമായി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന എല്ലാ നല്ല വാക്കുകളും അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതലൊരു വാക്കുകൾ എന്തെങ്കിലും പറയാൻ ആവും എന്ന് ഞാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ മുഴുവനും എനിക്ക് വായിക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവപരമായ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ആ കവിതയിലെ ഓരോ വാക്കും ഓരോ വരികളും അതിശക്തമായ അർത്ഥപൂർണമായ വാക്കുകളും പദപ്രയോഗങ്ങളുമാണ് ആ കവിതകളില്ല. അത് കൂടുതൽ കൂടുതൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലേക്ക് കടമായി മാറും എന്നുള്ള കാര്യം പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മഴ എന്ന് പറയുന്നൊരു കവിത ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ കവിതയും സംഗീതം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും. ആ
യൂട്യൂബിൽ ചാനലിൽ തന്നെ ഒരുപാട് കവിതകൾ, അദ്ദേഹത്തിൻ്റെയും മറ്റുള്ളവരുടെയും കവിതകൾ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനൽ യഥാർത്ഥത്തിൽ നമുക്കെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. പുതിയ തലമുറ പാട്ടുകാർ, പഴയ കാലങ്ങളിലെ പാട്ടുകാർ, അവർക്കെല്ലാം ഒരു വേദിയായി ആ യൂട്യൂബ് ചാനൽ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയകാലം ഒരുപാട് പാട്ട് നന്നായി പാടാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും യഥാർത്ഥത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ ഷാജിയന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ എല്ലാ കഴിവുകളെ പ്രസരിപ്പിക്കാൻ അവസരം നൽകി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ വിശാംശങ്ങളിലേക്ക് പോകുകയില്ല. അദ്ദേഹത്തിൻ്റെ ചാനലും യൂട്യൂബ് ചാനലിൽ കൂടുതൽ ഉന്നതി ഉണ്ടാവട്ടെ എന്നും അദ്ദേഹത്തിലുള്ള കവിതകൾ 39 കവിതകൾ, അതിലധികം കവിതകൾ ഇനിയും അദ്ദേഹം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക. എഴുത്തച്ഛനെ പോലെ, കുമാരനാശാനെ പോലെ, വള്ളത്തോളിനെ പോലെ, ONV പോലെ, വയലാറിനെ പോലെ, കുര്യപ്പലി ശ്രീകുമാറിനെ പോലെ, നമ്മുടെ കടമറ്റെ പോലെ ആ കവികളുടെ പിതാവിലേക്ക് അല്ലെങ്കിൽ പിതാവിയായി ഷാജിച്ചനെയും വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നമസ്കാരം. അല്പം മുമ്പേ ആദരിച്ച ക്ലാസ്മേറ്റ്സ് 1977 ബാച്ച്, ആ ബാച്ചിലെ ഒരു ആളാണ് ഞാൻ. എന്നിൽ ഒരു അഭിനേതാവെന്ന് കണ്ടുപിടിച്ച ആളാണ് ഷാജിയൻ. ഞാൻ വലിയ അഭിനേതാവൊന്നുമല്ല. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ടുള്ള ചില ആൽബങ്ങളിൽ എനിക്ക് മുഖം കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മുഖം കാണിച്ച ഒരു കവിതയാണ് ഞാനിവിടെ ആലാപനം ചെയ്തത്. ലയനം. എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയും ഈ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ലക്ഷ്മി. ലയനം എന്ന കവിത ഞാനിവിടെ ആലപിക്കുന്നു. ഇത്രയ്ക്ക് പ്രണയം ഉള്ളിൽ സൂക്ഷിച്ച ആളാണോ ഷാജി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഇത്ര വിരഹം ഉള്ളിൽ സൂക്ഷിച്ച ആളാണോ ഷാജി എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. തീവ്രമായ പ്രണയവും തീവ്രമായ വിരഹവും അതിന്റെ അന്ത്യത്തിൽ ഒരു ഫിലോസഫിയിലേക്ക് പോകുന്ന, ഒരു ആത്മീയതയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ലയനം എന്ന കവിതയിലൂടെ ഷാജി വരച്ചു കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ കവിത ആലപിക്കാൻ ഒന്ന് ശ്രമിക്കുകയാണ്. വലിയ ആലാപന ശേഷിയുള്ള ആളൊന്നുമല്ല. ഇവിടെ സില്ലയുടെ അച്ഛനും ഒക്കെ കവിത ചൊല്ലി തകർത്തിരിക്കുകയാണ്. എന്നാലും ഞാൻ ഒന്ന് ശ്രമിക്കാം. ഒരു വേള വീണ്ടും കാണാതിരിക്കാം, ഒരുമിച്ചു യാത്ര തുടരാതിരിക്കാം, ഹൃസ്പന്ദതാളം
എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് ഞാൻ നോക്കുകയാണ്. കാരണം എനിക്കിവിടെ ഒരു ആശംസ അർപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ഷാജി സാറിന് ആദ്യമേ നന്ദി അർപ്പിച്ചുകൊണ്ട് സാറിന്റെ ഭസ്മാന്തം എന്ന കവിതാ സമാഹാരം, അതായത് ആദ്യമായിട്ടല്ല ഞാൻ സാറിന്റെ കവിതകളും ഗാനങ്ങളും ഒക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭസ്മാന്തം എന്ന കവിതയിലെ ഓരോ കവിതയും വായിച്ചപ്പോൾ ഒറ്റ വായന മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. അതിലെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളിലേക്ക് പോകാൻ സാറിനെയും സാറിന്റെ പരിസരത്തെയും അറിയാവുന്ന ഒരു വ്യക്തിക്ക് വളരെ നന്നായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. ഒരു കവി എന്ന നിലയിലല്ല, ഒരു സംവിധായകൻ എന്ന നിലയിലാണ് ഞാൻ സാറിനെ എന്നെ അറിയുന്നിടത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാരണം സാറിന്റെ ആൽബത്തിൽ മിക്കവാറും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തില് 1ാം ക്ലാസ്സിന്റെ പുതിയ പാഠപുസ്തകത്തിന്റെ പുതിയ തീമുകൾ രംഗാവിഷ്കാരം നടത്തിയപ്പോൾ, ഓൺ ദ സ്പോട്ടിൽ ഓരോ സന്ദർഭങ്ങളും തന്നപ്പോൾ, ഓരോ ടേക്കായിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ടേക്ക് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആകുക. ഇതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ഡയറക്ടർ ഷാജി സാറാണ്. സാർ നമുക്ക് ആ ഒരു ഭയമില്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചത്, സാറ് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സന്ദർഭാനുസരണം നമുക്കവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭസ്മാന്തം എന്ന കവിതാ സമാഹാരത്തിന് എല്ലാവിധ ആശംസകളും. അതിലെ ഓരോ കവിതകളും വായിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചയായ ജീവിതത്തിന്റെ മനുഷ്യ ആവിഷ്കാരങ്ങൾ തന്നെയാണ് സാർ അതിൽ നടത്തിയിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികളെ, പ്രിയമുള്ളവരെ, ഷാജി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹകരണ വകുപ്പിൽ നിന്നും സ്റ്റേറ്റ് പരീക്ഷ ശേഷം ഗാനരചനയിലും സാഹിത്യത്തിലും നൈപുണ്യം നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അറിയാൻ സാധിച്ചത് ഒരു 10-15 വർഷമായി ശാന്തതമാണ് എന്നെ പ്രേരിപ്പിച്ചത്. ഈ പരിപാടിയിൽ, സാറിൻ്റെ ഈ പുസ്തക പ്രകാശ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഉദയാരടികളുടെ പ്രസിഡന്റ് പേരിൽ എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. തുടർന്നും സാറിൻ്റെ ഈ ഇതുപോലുള്ള പരിപാടിയിൽ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാറിൻ്റെ സാഹിത്യ രചനകൾ ഉദവുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളു. ആലപ്പുഴ ST കോളേജ് മലയാളം വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ നെടുമുടി ഹരികുമാർ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. കവി, പ്രഭാഷകൻ, ഗവേഷകൻ, പ്രബന്ധകാരൻ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, കേരള സാഹിത്യ അക്കാദമി അംഗം തുടങ്ങിയ നിലകളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള അദ്ദേഹം KPCC VR വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ പ്രബല സംഘടനയായ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ മുൻ ഭരണസമിതി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിജയത്തിൽ നാം എല്ലാം അഭിമാനിക്കുന്നു. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിനായി ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സെക്രട്ടറി ശ്രീ PU ശ്യാമളാറാമിനെയും ക്ഷണിക്കുന്നു. നില ഈ യോഗത്തിന്റെ പ്രോത്സാഹനം അർപ്പിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി നിലാശരത്തിനെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ഡോക്ടർ നെടുമുടി ഹരികുമാറിനെ ക്ഷണിക്കുന്നു. വേറെ പലരുടെയും നെഞ്ചിൽ മുഖത്ത് പുഞ്ചിരി വിടർന്നിട്ടുണ്ടോ? എന്നിരുന്നാലും കുരിപ്പുഴ ഭാഷ പോയതുകൊണ്ട് കുറച്ച് ടെൻഷനുണ്ട്. ഭസ്മാന്തം എന്ന് പറയുന്ന ഈ കവിതാ സമാഹാരത്തിൽ ഒരു സ്ത്രീ എങ്ങനെ വളർന്നു വരുന്നു, അതായത്
സഹനത്തിലൂടെ, ഉയർപ്പിലൂടെ അവസാനം തിരസ്കാരം വരെ എത്തി നിൽക്കുന്ന സ്ത്രീയുടെ ശക്തി ഞാൻ കാണുന്നുണ്ട്. ഈ ക്രൗഡിലെ അമ്മമാരുടെ സ്ഥാനത്ത് എനിക്ക് തന്നെ പലരെയും കാണാം. മോഹം അമ്മമാർ, എൻ്റെ അമ്മ മാത്രമല്ല പലരെയും കാണാം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത്. അപ്പോൾ ഈ പറയുന്ന പോലെ കവിതയിൽ സഹിച്ചു നിന്ന ഒരു വ്യക്തിയുണ്ട്. ആ ചെറിയ ചിത്രശലഭത്തിന്റെ ആ ചിറകടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കാനുള്ള ആ കാരണം. അപ്പോൾ ഷാജിമാമൻ ആ കവിതാ സമാഹാരത്തിൽ എഴുതിയ പോലെ, പേടിക്കേണ്ട, ഞാൻ വലിയ പ്രസംഗമൊന്നും പ്രസംഗത്തിൽ ഇത്രയും വലിയ പ്രാസംഗികർ ഇവിടെ ഇരിക്കുമ്പോൾ, പിന്നെ അജയ് മാമൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് പറയാൻ എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് മാഷ് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ആലോചിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് മാമാച്ചിയായിട്ടാണെന്ന്. പേടിക്കേണ്ട, ഷിജി മാമൻ ഈ പറയുന്നത് പോലെ പല അവാർഡുകൾ നേടിയവരാണ്. അതുകൊണ്ട് ഞാൻ കോമ്പറ്റീഷൻ ഒന്നും നിൽക്കത്തില്ല. അപ്പം ആ ചെറിയ ബട്ടർഫ്ലൈയെ തിരിച്ചറിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറഞ്ഞു, ഹരികുമാർ സാറും പറഞ്ഞതുപോലെ, ചിക്കു ശിവൻ സാർ എടുത്തു പറഞ്ഞ പോലെ അമ്മയാണ് അടുത്ത പ്രതിഭ. ഈ പറഞ്ഞ ചെറു ചിത്രശലഭം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീമതി ചന്ദ്രമതിയാണ്. ഞാൻ ആര്യാശങ്കരി ഷീല ചന്ദ്രമതിയുടെ മകളാണ്. ഷീല ചന്ദ്രമതി അതായത് ഷാജി ജനാർദ്ദനന്റെയും സഹോദരിയായത് ചന്ദ്രമതി എന്ന പ്രതിഭയിലൂടെയാണ്. ഇവിടെ ആദരിക്കാൻ അടുത്തതായി പോകുന്നത് ചന്ദ്രമതിയെ തന്നെയാണ്. അമ്മ മേടിച്ചിരിക്കേണ്ട അമ്മ തന്നെയാണ്. എനിക്ക് കവി തന്നെയാണ്. ഇപ്പൊ ആദരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നക്ഷത്ര ശോഭ പോലെ കൂട്ടത്തിലിടയ്ക്ക് പൊലിഞ്ഞുപോയ പലരെയും കൂടെ ചേർത്താണ് അപ്പൂപ്പൻ ജനാർദ്ദനെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു. വലിയ ഒരു വേനലിന് ശേഷം ഒരു മഴ തന്നെ പേമാരി തന്നെ പെയ്ത അനുഭവത്തിലാണ് ഞാനിപ്പോഴുള്ളത്. വാക്കുകളെ അപ്രസക്തമാക്കുന്ന ഒരു വൈകാരിക അനുഭവത്തിന് ഇപ്പോൾ വിധേയനാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് എന്ന് വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പലരും പറഞ്ഞതുപോലെ ഞാൻ ഒരു കവിയാണ് എന്ന് പരക്കെ അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെയിരിക്കെ ഭസ്മാന്തകാലം അടുത്ത് വന്ന ഈ കാലത്ത് എന്നുവെച്ചാൽ എല്ലാവരും ഭസ്മമായി തീരും. അക്കാലത്തേക്കാണ് നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നവരും അടുക്കുന്നത്. ഇക്കാലത്ത് ഇത്രയും വൈകി എന്താണ് ഇങ്ങനെ ഒരു സംരംഭം എന്നൊരു ചോദ്യമാണ് പലരുടെ ഉള്ളിൽ ഉള്ളത്. അതിനുത്തരം ഈ സദസ്സിൽ തന്നെ ഉയർന്നു വന്നു. കൃത്യമായിട്ട് സാഹിത്യ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള ആളുകൾ നേരത്തെ അതൊക്കെ പരാമർശിച്ചു കഴിഞ്ഞു. ഇത് സാധാരണഗതിയിൽ പലരും ആവശ്യപ്പെട്ടിട്ടാണ് കവിതയോ സാഹിത്യമോ ഒക്കെ എഴുതുന്നത്. പലരുടെയും പ്രോത്സാഹനത്തിൽ പ്രേരണയും ആണ് ഇത്തരം കലാസൃഷ്ടികളിൽ ആളുകൾ ഏർപ്പെടുന്നത്. അത്തരം ഒരു പ്രേരണ എൻ്റെ പ്രത്യേകിച്ചും 10-30 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതകാലത്ത് കൂടുതൽ സമയവും ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ച കാലത്ത് എന്നോട് കവിത എഴുതാൻ ആദ്യം തന്നെ പറഞ്ഞു. വയലെഴുത്താണ് നമ്മുടെ ജോലി. എഴുതി എഴുതി രാപകലിരുന്ന് ഫയലുകൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കർമ്മമണ്ഡലത്തിൽ കവിത എഴുതണം, സാഹിത്യം എഴുതണം എന്ന പ്രേരണകൾ ജനിപ്പിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഗാർഹിക അന്തരീക്ഷത്തിലും സാമൂഹിക അന്തരീക്ഷത്തിലും എൻ്റെ കർമ്മ മേഖലയിലും ഒന്നും. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ വന്നിരിക്കുന്ന ഈ കവിതാ സമാഹാരത്തിലെ കവിതകളും ഇതുപോലെ
ഉൾപ്പെടുത്താവുന്ന കവിതകൾ നമ്മുടെ കയ്യിലിരിക്കുന്നു. അപ്പൊ ഏതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം അജയകുമാർ സാറാണ്, അല്ലെങ്കിൽ കുരിപ്പുഴ ശ്രീകുമാർ സാർ. അത് നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് ആർജിച്ച ഒരു സംസ്കാരത്തിൽ നിന്നാണ് അത് വരുന്നത്. അത് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്നാണ് ആ സംസ്കാരം പ്രധാനമായി ആർജിക്കുന്നത്. നല്ല ഗുരുക്കന്മാരെ കിട്ടിയില്ലെങ്കിൽ ജീവിതം വന്ധ്യമായി തീരും എന്നുള്ളതാണ്. അമ്മയുടെ ഗുരുവാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ ആ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം പോരാ, നമ്മുടെ അറിവിന്റെയും സംസ്കാരത്തിന്റെയും ഉന്നത തലങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ ശക്തരായിട്ടുള്ള അധ്യാപകർ, ഗുരുക്കന്മാർ, അവരാണ് ശരിക്കും നമ്മുടെ മനസ്സിന്റെ വാതിലുകൾ തുറക്കുന്നത്, നമുക്ക് പറക്കാനുള്ള ചിറകുകൾ നൽകുന്നത്. ഭാഗ്യവശാൽ അങ്ങനെ ചില ഗുരുക്കന്മാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അധ്യാപകരുണ്ടായിട്ടുണ്ട് തൊഴിൽ മാത്രമായിട്ട് അധ്യാപന വൃത്തിയെ കാണുന്നത്. മനസ്സിന്റെ സർഗാത്മകത ഉണർത്തുന്ന ശേഷിയുള്ള അധ്യാപകർ, അവരാണ് യഥാർത്ഥ ഗുരുനാഥന്മാർ. അതിൽപ്പെട്ട ഒരാളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട ചിക്കു ശിവൻ. മുരളി പോയെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് ഒരാളിനെ, ഞാൻ ഇത്രയും വൈകിയെങ്കിലും ഇതൊക്കെ പ്രകാശിപ്പിക്കാനും കവിതകൾ കൊണ്ടുവരാനും പുറത്തിറക്കാനും ഒക്കെയുള്ള പ്രേരണകൾ, ആ വേരുകൾ, ആ പരിശ്രമത്തിന്റെ വേരുകൾ അന്വേഷിച്ചു പോയാൽ ചെന്നെത്തുന്നത് ഈ ഗുരുനാഥന്മാരിലാണ്. ചിക്കു ശിവൻ സാർ എങ്ങനെയാണ് ഒരു ആളിനെ എടുത്തത്? അതെല്ലാ അധ്യാപകരും മനസ്സിലാക്കിയിരിക്കേണ്ട പാഠമാണ്. ഇന്നിപ്പോൾ ദുഃഖകരമാണ് യാഥാർത്ഥ്യം. അധ്യാപകർ ഒരുപാടുണ്ട്, പക്ഷെ ഇതേപോലെ കുട്ടികളുടെ സർഗാത്മകതയെ വളർത്തുന്ന അധ്യാപകരില്ല. സീമ ടീച്ചറിനെ പോലെ അപൂർവ ചിലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പൊ ഇതിപ്പോ കുടുംബക്കാരും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിട്ട് അവശേഷിച്ചത് കൊണ്ട് അധ്യാപകരും ചിലരൊക്കെ ഉള്ളൂ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിൽ, പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ശിവൻ സാറ് കുട്ടികളെ, ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെ 2 ബാച്ചായിട്ടിരിക്കുന്നു. ഓരോ ബാച്ചും ഓരോ ആഴ്ചയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കണം. സാർ ഓരോ കുട്ടിയും അവതരിപ്പിക്കുന്ന അവതരണത്തിന് മാർക്കിടും. അങ്ങനെ ടോട്ടൽ മാർക്ക് വിടും. അപ്പൊ ഏത് ബാച്ചിലാണ് കൂടുതൽ മാർക്ക്, അതൊരു മത്സരമാണ്. ഈ ബാച്ച് സാറ് പ്രഖ്യാപിക്കും, ഈ ബാച്ച് ഇത്തവണ ഈ ബാച്ചിനാണ് ഇത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, അടുത്ത ആഴ്ച മറ്റേ ബാച്ച് അതനുസരിച്ച് വളരെയധികം ഉണർത്തുകയാണ്. അപ്പൊ ഞാനും എന്തെങ്കിലും അവതരിപ്പിക്കും, കഥ പറയും, പ്രസംഗിക്കും, പാട്ടും പാടി, അതിന്റെ രേഖ പറയാതിരിക്കുന്നുണ്ട്. അപ്പോ ശിവൻ സാറ് ഞങ്ങൾ ഒരു ബാച്ച് പരിപാടി അവതരിപ്പിക്കുമ്പോൾ ആ ബാച്ചിൽ നിന്ന് ഒരാൾ അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ടാണ് അത് അവതരിപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ അധ്യക്ഷനായിട്ടിരുന്ന സമയത്ത് മാർക്ക്, ഓരോ അവതരണത്തിനും മാർക്കിട്ട് വന്നിട്ട് ഞാൻ അധ്യക്ഷനായിട്ടിരിക്കുക മാത്രമേ അന്ന് ചെയ്തുള്ളൂ. ഞാൻ പ്രസംഗിച്ചിട്ടില്ല, പാട്ടുപാടിയിട്ടില്ല, കഥ പറഞ്ഞിട്ടില്ല. ഞാൻ അധ്യക്ഷനായിട്ടിരുന്നതേ ഉള്ളൂ. അപ്പോ അതുവരെ പുള്ളി സാറ് മാർക്കിട്ട് വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അത്തവണ മാർക്കിട്ട് വന്നപ്പോ അധ്യക്ഷന് 5 മാർക്ക്, ഇങ്ങനെ ഒരു മാർക്ക് പ്രഖ്യാപിച്ചു. ഇത് ആത്മവിശ്വാസത്തിന്റെ ഒരു വലിയ ശക്തിയാണ് നമുക്ക് തരുന്നത്. നമ്മൾ ആലോചിക്കും, അപ്പൊ നമ്മൾ അധ്യക്ഷനായിട്ട് വലിയ കേമനായിരുന്നു, അധ്യക്ഷനായിട്ടുള്ള അതിന്റെ ഇരിപ്പ്, അതിന്റെ ആ പ്രകടനം നന്നായിരുന്നു എന്നുള്ള വിലയിരുത്തലാണ് അവിടെ നടന്നത്. ഭയങ്കര പ്രചോദനമാണ് അത് കിട്ടുന്നത്. അദ്ദേഹം അങ്ങനെയാണ് സമർത്ഥരായ അധ്യാപകർ എങ്ങനെയാണ് കുട്ടികളെ ഉണർത്തുന്നത്. ഒരു ദിവസം ഒരു അറിയിപ്പ് വരുന്നു, നാടകം കളിക്കാൻ താല്പര്യമുള്ളവര് 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഇന്ന ക്ലാസ് റൂമിൽ എത്തിച്ചേരാം.
ഞാൻ ഉത്സവപ്പറമ്പിൽ പോയി നാടകങ്ങൾ കണ്ടിട്ട് നാടകം വളരെ ഇഷ്ടമാണ്. എവിടെ പറ്റുന്ന പരിപാടിക്കെല്ലാം ഞാനും അമ്മയും എല്ലാവരുമായിട്ട് പായും തീർത്ത് പായുമായിട്ടൊക്കെയാണ് പോകുന്നത്. കിടന്ന് നാടകം കാണിക്കുക, ഉറങ്ങി നാടകം കാണിക്കുക. അങ്ങനെ നാടകം കണ്ട് വലിയ താല്പര്യമുണ്ട്. നാടകം കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നത്. പക്ഷെ എനിക്ക് ഒരു സങ്കോചശീലം, അതുകൊണ്ട് ഞാൻ ധൈര്യമില്ലാതെ അത് പങ്കെടുക്കേണ്ട ആ പ്രോസസ്സ് എന്താണെന്ന് കാണാൻ വേണ്ടി മാത്രം ആ ക്ലാസ് മുറിയിൽ ചെന്നിരുന്നു. സാറപ്പോ സാറ് തന്നെ എഴുതിയ നാടകം പഞ്ചതന്ത്രം എന്നാണ് നാടകത്തിന്റെ പേര്. സാറിന്റെ ചില നാടകങ്ങൾ ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗ് സാറ് തന്നെ അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പൊ ഇതുപോലെ പറയാനായിട്ട് ആരൊക്കെ തയ്യാറുണ്ട്? അപ്പൊ ഓരോ കുട്ടികളിൽ എന്ന് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതിനുള്ള ധൈര്യം അപ്പോഴെനിക്കില്ല, ആ ഉദ്ദേശവുമില്ല. പക്ഷെ എങ്ങനെയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നിരീക്ഷിക്കലാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ അദ്ദേഹം പറയുന്നതനുസരിച്ച് പലരും വന്നിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഞാൻ മനസ്സിലോർക്കുകയാണ്, ഇവര് കാണിക്കുന്നതിനേക്കാൾ നന്നായി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിൽ കരുതുകയാണ്. പക്ഷെ പോയി ചെയ്യാൻ ധൈര്യമില്ല. സാർ എല്ലാവരെ കൊണ്ടും ഇങ്ങനെ ചെയ്യിച്ചിട്ട് സാർ പിന്നെ ആരുണ്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ്. സാറിനൊന്നും തൃപ്തി വന്നിട്ടില്ല. സാറ് ഇനി ആരെങ്കിലും തയ്യാറുണ്ടോ തയ്യാറുണ്ടോ? അപ്പൊ എന്റെ നെഞ്ച് പിടിക്കുകയാണ്. എനിക്കൊന്ന് ചെയ്യണമെന്ന് അപ്പോഴൊരു താല്പര്യം വന്നിട്ടുണ്ട്. അവരെക്കാൾ നന്നായി എനിക്ക് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ധൈര്യമില്ല. അപ്പൊ സാർ എൻ്റെ നേരത്തെ സൂക്ഷിച്ചു നോക്കുന്നു, ചിലപ്പോൾ പരിശ്രമിക്കുന്ന രീതിയിലൊക്കെ തുറച്ചൊക്കെ ഇങ്ങനെ നോക്കും, തമാശ. ഏതായാലും ഞാൻ കണ്ടു കൽപ്പിച്ച് ആ ഡയലോഗ് പ്രസന്റ് ചെയ്തു. സാർ എന്നെ കെട്ടിപ്പിടിക്കും. ഞാൻ സെലക്റ്റഡ് ആയി. അപ്പൊ അങ്ങനെയാണ് ഇന്ന് നാടകം കളിച്ചൊക്കെ കുറച്ച് നാടകം. അപ്പോ നാടകം വഴി വായനശാല വഴി ഒരു പോക്കാണ്. അപ്പൊ വായനശാലയിൽ ചെന്ന് പുസ്തകങ്ങളെല്ലാം വായിച്ച് അത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഈ SG കോളേജിൽ ഗോകുമാർ സാറിന്റെ കാവ്യമാധുര്യം വന്നിങ്ങനെ നമ്മളെ പൊതുക്കി. എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല ഞാൻ ഇരിക്കുക, സാറ് ഞങ്ങളെ പഠിപ്പിക്കാൻ എൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ മാത്രമല്ല ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. സാർ എവിടെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് ഞാൻ ക്ലാസ് മുറിയിൽ സാറിൻ്റെ ടീച്ചേഴ്സ് റൂമിൻ്റെ വാർത്ത ചെന്ന് സാറ് ഡിഗ്രി ക്ലാസ്സിലായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെ മറ്റ് ബാച്ചുകളിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. സാറിനോട് പറയാതെ സാറിൻ്റെ പുറകെ ഞാൻ. പിന്നെ ക്ലാസ്സിൽ സാർ കയറാറായപ്പോൾ ഞാൻ ചെന്ന് പറയും, ഈ ക്ലാസ്സിൽ ഞാനൊന്ന് ഇരുന്നോട്ടെ. ഞാൻ ഇന്ന് ഞാൻ വെറുതെ ഒന്നും ഇരിക്കട്ടെ, ഇരുന്നു. അങ്ങനെ ഗോപകുമാർ സാറാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യവാസനയുടെ സംസ്കാരം മനസ്സിൽ ജനിപ്പിച്ചത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് കവിത എഴുതാനും കൂടെ തോന്നാൻ തുടങ്ങി. ചില കവിതകൾ എഴുതി വെച്ചിട്ട് ഇത് കവിതയാണോ, കൊള്ളാവുന്നതാണോ എന്നൊക്കെ സംശയം തോന്നി. BA മലയാളം 1ാം വർഷം പഠിക്കുന്ന കാലത്ത് സാറിൻ്റെ വീട്ടിൽ പോയിട്ട്, സാറിൻ്റെ ആരാധകനാണ് ഞാൻ, സാറിനോട് വല്ലാത്തൊരു പ്രണയമാണ്. വെറുതെ വീട്ടിൽ പോയി സാറിനെ കണ്ടുകൊണ്ടിരിക്കുക, സാറ് വീട്ടുപണികളൊക്കെ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക, സാറ് വിറക് തീർന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ പരിപാടി. സാറിനോട് ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പൊ എൻ്റെ ഈ പല പ്രാവശ്യം ചെന്നിട്ട് ഞാൻ കരുതി വെച്ച ഈ കവിതകൾ സാറിനെ കാണിക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. പിന്നെ ഒരു ഘട്ടത്തിൽ സ്വകാര്യമായിട്ട് കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ വിറച്ചിട്ട് ഹൃദയമിടിപ്പോടുകൂടി വിറയാർന്ന കൈകളോടുകൂടി ഒരു കവിതാശകലം അടങ്ങുന്ന ഒരു പേപ്പർ സാറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതെന്താ ഞാൻ കവിത പോലെ ഒരെണ്ണം സാർ സത്യയോടെ ഇങ്ങനെ വായിച്ചു. സാറിൻ്റെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി. സാർ താല്പര്യം ജനിക്കുന്നു കണ്ണിൽ നോക്കിയപ്പോൾ സാറ് സൂക്ഷിച്ചു നോക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുന്നു, ശ്രദ്ധിച്ചു വായിക്കുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് ഷാജി ഒന്ന് വായിച്ചു എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പോലെ എനിക്ക് പറ്റുന്ന രീതിയിൽ വായിച്ചു. അഭിപ്രായമൊന്നും പറയാതെ അത് കേട്ടുകൊണ്ടിരുന്നിട്ട്
സാറിന്റെ രീതിയിൽ എന്നെ വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് നല്ലതാണോ എന്നൊക്കെ പറയാം ഇങ്ങനെ ആലോചിച്ചത്. എന്നിട്ട് പറഞ്ഞത് ഹരികുമാറിനോടും അങ്ങനെ പറയും അല്ലെ, കവിത എഴുതാം, ഷാജി കവിത എഴുതാം എന്ന് പറഞ്ഞിട്ട് പേപ്പറ് പോക്കറ്റിൽ കിട്ടും. പിന്നെ ഞാൻ തപാലിൽ ഒരു മാഗസിൻ ഇങ്ങനെ വീട്ടിലേക്ക് വന്നു. സാറ് എന്താ ചെയ്തതെന്ന് അറിയില്ല. ആ തപാൽ ആ മാഗസിൻ തുറന്നു, ആ ആനുകാലിക പ്രസിദ്ധീകരണം അതിനകത്ത് നോക്കിയപ്പോൾ എൻ്റെ കവിതയാണ്. ഇങ്ങനെയാണ് അധ്യാപകർ അല്ലേ കുട്ടികളെ ഉണർത്തുന്നത്. അങ്ങനെ പിന്നീട് തുടർന്ന് നമ്മൾ പഠിക്കുകയും ഒരുപാട് അധ്യാപകരുടെ കടന്നുപോയി ചെയ്ത് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഒരു കാവ്യ സംസ്കാരം, സാഹിത്യ സംസ്കാരം ഇതൊന്നും ഇന്നൊന്നും അത് ഒരു പ്രധാനമായിട്ട് കരുതുന്നില്ല. നിഷ്പ്രയോജനമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പൊതുസമൂഹം ഇതെല്ലാം കരുതുന്നത്. അപ്പോൾ ഈ കാവ്യ സംസ്കാരവും സാഹിത്യ സംസ്കാരവും ഉള്ളിൽ ഇങ്ങനെ കെട്ടി നിന്നാൽ അതാണ് കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ വേറെ കർമ്മമണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ അലകൾ ഇങ്ങനെ ഉയർന്നു വരും. അപ്പൊ നമുക്ക് പേരെടുക്കാനും പ്രശസ്തനാകാനും അറിയപ്പെടാനും വലിയ മോഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ആരെയും കാണിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പൊ ഇസ്താഖ് സാറിനോട്, എന്റെ SP കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു ഇസ്താഖ് സാറിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇസ്താഖ് സാർ എന്നോട് ചോദിച്ചു, ഷാജി ഇപ്പോൾ കവിത പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതുമെന്ന് സാറിന് അറിയാം, ഷാജി ഇപ്പോൾ അതൊന്നും എഴുതും. ഞാൻ പറഞ്ഞു, ഞാൻ സഹകരണ വകുപ്പിൽ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാങ്കുകളുടെ കണക്കുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്ത് കവിത. സാറ് പറഞ്ഞു, ആ മേഖല വേറൊരു മേഖലയിൽ ചെന്നെത്തിയത് കൊണ്ട് തന്നെ ഷാജിക്ക് എഴുതാൻ പറ്റും. വേറൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, വേറെ കർമ്മ മണ്ഡലത്തിലായതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് എഴുതാൻ കഴിയും എന്ന് തറപ്പിച്ച് പറഞ്ഞെങ്കിലും ഇസ്താഖ് സാറിനെ പിന്നീട് ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. പൊതുവെ ആരെയും ഞാൻ ഇതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ആലപ്പുഴയിൽ എത്തുന്നതിന് വരെയുള്ള സമയം ബസ്സിലല്ലേ യാത്ര ചെയ്യുന്നു അന്നൊക്കെ, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട് എത്തുന്നത് വരെ ഞാൻ പാട്ടുകൾ എഴുതിയിരുന്നു, കവിതയും എഴുതി. അത് പേപ്പറായിട്ട് എഴുതി തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫയലിനകത്ത് ഇട്ട് വെച്ചു. അതാണ് നടന്നത്. ഇത് ആരെയും കാണിച്ചിട്ടില്ല. റിട്ടേൺ ചെയ്തപ്പോൾ ചെയ്ത പടി ആ പേപ്പർ സഞ്ചിയിൽ നിന്ന് ഓരോന്ന് പെറുക്കിയെടുക്കുക, ഗാനങ്ങളാക്കിയിട്ടുള്ള രീതിയിലൊക്കെ യൂട്യൂബ് ചാനലിലൂടെ ഈ കവിതകൾ മാത്രമല്ല ഗാനങ്ങളും അതിലൂടെ വന്നത്. അതുകൊണ്ട് 4 പതിറ്റാണ്ട് കാലം ഞാൻ വെറുതെ സാഹിത്യ പ്രവർത്തനം നടത്തിയില്ലെന്നല്ല. അടുത്ത സുഹൃത്തായ ഹരികുമാറിനോട് പോലും ഇതൊന്നും കാണിച്ചിട്ടില്ല. സാനു മാസ്റ്റർ വളരെ അതിൽ തന്നെ എഴുതുന്നുണ്ട്, ഷാജി ഒരു കവിയായി. കാരണം വളരെ ദീർഘ ബന്ധമുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ പോകാറുണ്ട്. നമ്മൾ നമ്മളെപ്പറ്റി സംസാരിക്കുന്ന ബന്ധം ഇല്ല. ഒരുപക്ഷെ എന്നെപ്പറ്റി വിശദീകരണം ഇപ്പോൾ ആവശ്യമായി വന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോ ദീർഘകാലമായിട്ടുള്ള ഒരു കാവ്യ സംസ്കാരത്തിന്റെ ഫലമായി അരികെ എഴുതിയ ചൂണ്ടിക്കാണിച്ചതുപോലെ എഴുതിപ്പോയത് ആരെങ്കിലും അനുയായികളിൽ ആവശ്യപ്പെട്ടിട്ട് കവി സമ്മേളനത്തിന് വിളിക്കുമ്പോൾ അതിനുവേണ്ടി എഴുതിയതല്ല. പെട്ടെന്ന് ഇരുന്ന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പെട്ടെന്ന് ഓരോ വർഷത്തിൽ എഴുതിയതും അല്ലിത്. ഇതെല്ലാം വളരെ സമയമെടുത്ത് തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന സവിശേഷത, അതിൻ്റെ ധ്വന്യാത്മകത, അതിൻ്റെ ആഴപ്പൊക്കെ വന്നതായിട്ട് ഇവർ പറയുന്നു. ഏതായാലും ഇത് വലിയ എൻ്റെ സ്വദേശത്ത് നിന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളിൽ നിന്ന് അവരുടെ വലിയ മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി ഇത്രയും നേരം ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്നത് എന്നിൽ വലിയ ചുമതലാബോധം സൃഷ്ടിക്കുന്നു. ഞാൻ നമസ്കരിക്കുന്നു, എല്ലാവർക്കും മുന്നിൽ വണങ്ങുന്നു. നിങ്ങളുടെ സ്നേഹത്തിന്, സഹകരണത്തിന്, പ്രോത്സാഹനത്തിന് നന്ദി നന്ദി. കാലത്തെ അതിജീവിച്ചത് കാളിദാസൻ മരിച്ചു, കണ്ണുമാമുനി മരിച്ചു,
ശൗദ്ധള മാത്രം മരിച്ചില്ല എന്ന് പാടിയ കവി ആ സത്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഷാജി ജനാർദ്ദനൻ സാറിൻ്റെ ഭസ്മാന്തം എന്ന കവിതാ സമാഹാരവും കാലത്തെ അതിജീവിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ആശംസിക്കുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ഡോക്ടർ നെടുമുടി അയ്യകുമാർ സാറിനെ ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാറിനും പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ചിക്കു ശിവൻ സാറിനും ഉദയയുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. പുസ്തക പരിചയം നടത്തിയ ഡോക്ടർ എസ് അജയകുമാർ അദ്ദേഹത്തിനും ഉദയയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. മക്കളെ പോറ്റുവാൻ തീവയിലേറ്റു മണ്ണു കിളച്ചു മറിച്ചവൾ ജീവിതത്തിന്റെ വയലില തോറും തൻ മക്കളെയും പണിക്കായിറക്കിയോ